പാസ്റ്റർ പിന്നി യോഗന്നാൻ അവറുകളെ ബെഥസ്ദ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ ഈ 6-ാം രാത്രിയിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. നന്ദി പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഈവനിങ് ടൈമിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്ന് ധാരാളം ദേവദാസന്മാർ അറ്റൻഡ് ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പ്രഭാത വന്ദനം. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്ലാൻ ചെയ്തതിൽ നിന്ന് അല്പം കൂടെ കൂടുതൽ 1-2 ദിവസം കൂടെ ദൈവസന്നിധിയിൽ ഒന്നിച്ചുരുവാൻ കർത്താവ് ഈ പ്രത്യേക വിഷയത്തിൽ ബൈബിൾ സ്റ്റഡിയായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതോടത്തെ കർത്താവിനെ മഹത്വം കരേറ്റുകയാണ്. ഒരു പ്രാവശ്യം കൂടെ പ്രിയപ്പെട്ട ദേവദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശുശ്രൂഷയിലുണ്ടാകുന്ന വലിയൊരു കയറ്റത്തെക്കുറിച്ചാണ്, ഒരു ഉയർച്ചയെക്കുറിച്ചാണ്. സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ പിന്നീട് പ്രവാചകനായി മാറി. അത് ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ചില നാളുകളായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യം, ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ കൂട്ടമായി ദൈവമക്കളോടൊപ്പം ചേർച്ചുകളിൽ കൂട്ടപ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാകാം. പലപ്പോഴും പല സൂം മീറ്റിങ്ങുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നവരാകാം. പക്ഷേ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അനുഗ്രഹം വളരെ വ്യത്യസ്തമാണ്. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് കർത്താവിൽ നിന്ന് എനിക്ക് കൽപ്പന ലഭിച്ചത്. സത്യത്തിൽ പൗലോസ് തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ, ദീർഘമാകുന്ന തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ താൻ കൊടുത്തതൊക്കെ, താൻ പകർന്നതൊക്കെ ആ അറേബ്യ മരുഭൂമിയിൽ താൻ ഇരുന്നപ്പോൾ പ്രാപിച്ചതായിരുന്നു. തന്നിൽ നിന്ന് ആത്മീക കൃപകൾ പകരപ്പെട്ടുവെങ്കിൽ, താൻ തൻ്റെ ജനത്തിന് കൊടുക്കുവാൻ പ്രാപ്തനായി തീർന്നെങ്കിൽ, ആ പ്രാപ്തി തനിക്ക് ലഭിച്ചത് ദൈവസന്നിധിയിലിരുന്ന് പ്രാപിച്ചതിൽ നിന്നാണ്. നാം എത്രയധികം ദൈവസന്നിധിയിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാപിക്കുന്നു, അത്രയധികം ശുശ്രൂഷാ മണ്ഡലത്തിൽ തെളിമയുള്ളവരായി നാം മാറുവാനിടയായിത്തീരും. എന്നാൽ പൗലോസ് ഒരു പ്രവാചകൻ എന്ന ശുശ്രൂഷയിൽ നിന്ന് അടുത്തപടിയായിട്ട് മുൻപോട്ട് പോകുന്നത് അന്ത്യോക്യൻ സഭയിൽ ഉപവാസ പ്രാർത്ഥനയിൽ കൈവപ്പിനാൽ അവനെ വേർതിരിച്ച് അയക്കുന്ന അനുഭവങ്ങളോട് കൂടിയാണ്. പൗലോസിനെ ബർന്നബാസിനെ ഞാൻ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി വേർതിരിപ്പിൻ എന്ന പരിശുദ്ധാത്മാവ് അന്ത്യോക്യൻ സഭയിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ സംസാരിച്ചു. സഭ അത് കേട്ട് പൗലോസിനെയും ബർന്നബാസിനെയും കൈവച്ച് വേർതിരിച്ച് അവരെ അയക്കുവാനിടയായി തുടർന്നു. ആ യാത്രയുടെ ആരംഭം പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 4-ാം വാക്യം മുതൽ നമുക്ക് കാണുവാനിടയായിത്തീരും. 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. അന്ത്യോക്യൻ സഭ അവരെ പറഞ്ഞയച്ചിട്ടെന്നല്ല, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പ്രവൃത്തികളുടെ പുസ്തകം പരിശുദ്ധാത്മാവും സഭയും ഒന്നിച്ചു നിന്ന് ചെയ്യുന്ന പ്രവൃത്തികളുടെ പുസ്തകമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് യാതൊരു അവസാനവും വന്നിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് പരിശുദ്ധാത്മാവ് 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെയൊക്കെയോ പ്രവർത്തിച്ചുവോ അങ്ങനെയൊക്കെ തന്നെ ഈ നൂറ്റാണ്ടിലും പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക്, പ്രവൃത്തി എന്ന പദം മറക്കരുത്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ, അത് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ പ്രവൃത്തികളാണ്. അപ്പോസ്തോലന്മാരും പരിശുദ്ധാത്മാവും ഒന്നിച്ചു പരിശ്രമിച്ചത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷ്യപ്പെടുത്തുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ സാക്ഷികളാകുവാനാണ്. അപ്പോൾ അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്തൊക്കെ 1-ാം നൂറ്റാണ്ടിൽ ചെയ്തോ ആ പ്രവൃത്തികൾ ഇന്നും അനുസ്യൂതം
തുടരുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷയാകട്ടെ, കൃപാവരങ്ങളാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ 1-ാം നൂറ്റാണ്ടിൽ നാം കാണുന്നു, അത് ഈ കാലഘട്ടത്തിലുമുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരെ തിരഞ്ഞെടുക്കുകയും പറഞ്ഞയക്കുകയും ചെയ്യും. ആത്മാവിനാൽ അയക്കപ്പെടുക ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ തന്നെ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ആത്മാവിനാൽ മാത്രം ചുവടുവെക്കുവാൻ, പരിശുദ്ധാത്മാവ് എന്താഗ്രഹിക്കുന്നു അത് ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഹിതം ശബ്ദം കേൾക്കുവാൻ നാം എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലാമിസിൽ ചെന്നു. യാത്രയുടെ വിവരണമാണ്. എന്നാൽ ആ യാത്രയിൽ പാഫോസ് വരെ ചെന്ന ശേഷം 6-ാം വാക്യത്തിൽ പറഞ്ഞു, ബറേഷു എന്ന് പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായിരുന്ന ഒരു വിദ്വാനെ കണ്ടു. ബറേഷു, ഈ വേദപുസ്തകത്തിൽ ബർ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മകൻ എന്നാണ്. ബറേഷു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മകൻ. നല്ല സുന്ദരമായ ഒരു പേരാണ്, യേശുവിൻ്റെ മകൻ ബറേഷു. ബർ യോന ശീമോനെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? യോനയുടെ മകനായ ശീമോനെ. ബർ യേശു, അപ്പോൾ യേശുവിൻ്റെ മകൻ എന്നാണ് അർത്ഥം. ബറേഷു നല്ല സുന്ദരമായ പേര്. യഹൂദനാണ്, പക്ഷേ കള്ളപ്രവാചകനാണ്. ഇതിനിടയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്നതിനെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പറയാം. യഹൂദന്മാർ സാധാരണഗതിയിൽ അവർ ഈ ദുർമന്ത്രവാദം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണവിദ്യകൾ, കള്ളപ്രവചനം, ഇതിനൊക്കെ ഒത്തിരി എതിരുള്ളവരാണ് യഹൂദന്മാർ. അവരുടെ ന്യായപ്രമാണം അങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷേ വേദോസം നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി യഹൂദന്മാരാകുന്ന ആളുകൾ ഇപ്രകാരമുള്ള പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായിത്തീരും. എന്നെ ചിന്തിപ്പിച്ച രസകരമായൊരു സംഗതി, യേശു കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ ഒത്തിരി ഭൂതങ്ങളെ പുറത്താക്കി. അതിനകത്ത് ഒട്ടുമുക്കാലൊന്നല്ല, ഒരു കേസ് ഒഴിച്ച്, സുറഫോയിനിക്കാര്യത്തിൽ സ്ത്രീയുടെ പൈതലൊഴിച്ച് ബാക്കി എല്ലാ കേസുകളും യഹൂദന്മാരായിരുന്നു. എൻ്റെ ചോദ്യം, ഈ ദൈവത്തെ ആരാധിക്കുന്ന, സത്യദൈവത്തെയല്ലേ ആരാധിക്കുന്നത്, വേറെ ഒന്നിനും അല്ലല്ലോ. സത്യദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് പറയാൻ പറ്റത്തില്ല, പക്ഷെ സത്യദൈവത്തെ ആരാധിക്കുന്ന, യഹൂദാ പള്ളിയിൽ പോകുന്ന, യഹൂദാ സിനഗോഗുകളിൽ പോകുന്ന ഇവരുടെ അകത്തൊക്കെ എങ്ങനെ ഭൂതം? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയെ ശുശ്രൂഷിച്ച ചില ദൈവദാസന്മാരിൽ കാണാം. ഞങ്ങൾ പറയും, ഈ നോർത്ത് ഇന്ത്യക്കാരുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ആളുകളുടെ ശരീരത്തിൽ ഭൂതമുണ്ട്. കാരണം അവരുടെ ജീവിതചര്യകൾ, അവർ ചെയ്യുന്ന അഭിചാരക്രിയകൾ, അവരാരാധിക്കുന്ന ആരാധനാ മൂർത്തികൾ, ഇതിൻ്റെയൊക്കെ കാരണം കൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പൊസഷനുണ്ട്. ഭൂതബാധ എന്ന് വിളിക്കാം, പൊസഷൻ. പക്ഷേ ഈ യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഇത്രയും ഭൂതങ്ങൾ? യഹൂദന്മാരുടെ ഇടയിൽ യേശു പുറത്താക്കിയത് മുഴുവൻ യഹൂദന്മാരുടെ ഇടയിലെ ഭൂതങ്ങളെയാണ്. സിനഗോഗിൻ്റെ അകത്ത് ഭൂതമിളകി. ഇതിന് കാരണം ഇതാണ്. ഇവരെ യഹൂദന്മാരാണെങ്കിലും ഇവരുടെ കയ്യിൽ ഇങ്ങനെയുള്ള മന്ത്രവാദക്രിയകളും കള്ളപ്രവചനവും ഇങ്ങനെയുള്ള പൈശാചിക ശക്തികൾക്ക് അവരുടെ മേൽ അധികാരം സ്ഥാപിക്കത്തക്കവണ്ണമുള്ള പല അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ചോദ്യം നിങ്ങൾക്ക് ഇട്ടുതരികയാണ്, ദൈവമക്കൾക്ക് ഭൂതബാധ ഉണ്ടാകുമോ? ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ഭൂതബാധ ഉണ്ടാകുമോ? എനിക്കറിയാം, ഉണ്ടാകത്തില്ലെന്ന് വാദിക്കാൻ ആരെങ്കിലുമൊക്കെ കാണും, ഉണ്ടാകത്തില്ലെന്ന് വാദിക്കാൻ. പക്ഷേ ഞാൻ ഏറ്റവും അധികം ഹല്ലേലൂയ അന്ധകാര ശക്തികൾ ഒന്നിച്ച് വെളിപ്പെടുന്നത് കണ്ടിട്ടുള്ളത് ഒരു പഴയ പെന്തക്കോസ്ത് സഭയ്ക്കകത്താണ്. ഹല്ലേലൂയ. ഒരു പഴയ പെന്തക്കോസ്ത് സഭയ്ക്കകത്ത്, സ്ഥലം പറയത്തില്ല, പേര് പറയത്തില്ല,
പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ. സഭയുടെ സെക്രട്ടറി ഉൾപ്പെടെ നിലത്ത് വീണ് കിടന്ന് ഉരുളുന്നത് ഞാൻ കണ്ടു. സെക്രട്ടറിക്കകത്തുനിന്ന് ഭൂതം വെളിപ്പെട്ടിപ്പോൾ ചോദിച്ചു, ഞാൻ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ. ഈ സെക്രട്ടറി നാളുകളായിട്ട് ദശാംശം കൊടുത്തിട്ടില്ല കേട്ടോ, അതുവരെ ഭൂതം വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സഭയിൽ ആരാ വഴക്കുണ്ടാക്കുന്നതെന്നാണ് പുള്ളി ചോദിച്ചത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഹല്ലേലൂയ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ ദൈവമക്കളെന്ന് പറയുന്നവരുടെ അകത്തും അന്ധകാര ശക്തികൾ വ്യാപരിക്കുന്നു. അപ്പം നിങ്ങൾ ഇവർ അന്യഭാഷ പറയുന്നവരല്ലേ, ഇവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരല്ലേ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഉഴപ്പൻ ജീവിതം നയിച്ചാൽ, പിശാചിന് സ്വാധീനമുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ, പിശാചിനെ പിടിച്ചു കയറാനൊരു പിടിവള്ളി നമ്മൾ ഇട്ടുകൊടുത്താൽ, നമ്മുടെ ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഭൂതം വസിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ശരീരത്തിലാണ്. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവൻ ശരീരം അന്വേഷിക്കുന്നു, ജഡത്തിലാണ്. ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. ആദമിക് ബോഡിയിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. ആദമീയ ശരീരം മാറിയിരുന്നെങ്കിൽ അവന് കാണാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇന്നും അവനവകാശമുള്ള ആദമീയ ശരീരത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ ശരീരത്തെ നിർത്തേണ്ട വ്യവസ്ഥയ്ക്കുള്ളിൽ നിർത്തിയില്ലെങ്കിൽ പിശാചിന് സ്വാധീനമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്തായാലും യഹൂദനാകുന്ന ഒരു കള്ളപ്രവാചകൻ, ബറേഷു എന്നാണ് അവൻ്റെ പേര് മനോഹരമാണ്. പക്ഷെ അവൻ്റെ ക്രിയകൾ വളരെ മോശപ്പെട്ടതാണ്. അവൻ ബുദ്ധിമാനായ സെർഗോസ് പൗലോസ് എന്ന ദേശാധിപതിയുടെ കൂടെയായിരുന്നു. അവൻ ബർന്നബാസിനെ ശൗലിനെ വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. ഇനി അവൻ ഒരു പേരോടുണ്ട്, എലീമാസ് എന്നാണ് ഇവൻ്റെ മറ്റൊരു പേര്. എലീമാസ് ഇതാകുന്നു ആ വിദ്വാന്റെ പേരിൻ്റെ അർത്ഥം. എലീമാസ് ഇവനെന്ത് ചെയ്തെന്നറിയാമോ? സെർഗോസ് പൗലോസ് എന്ന് പറയുന്ന ആ പ്രമാണി വചനം കേൾക്കുവാൻ, ആ ദേശാധിപതി വചനം കേൾക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ഇവൻ വചനത്തോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടഞ്ഞു കളവാൻ ശ്രമിച്ചു. ഇനി അതിൻ്റെ 9-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ്. 9-ാം വാക്യം മുതൽ. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ നീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞും കൊണ്ട് അവൻ തപ്പി നടന്നു. ആമേൻ. ഇതുണ്ടായത് ദേശാധിപതി കണ്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. ഇവിടുന്നൊക്കെ ബർന്നബാസും പൗലോസും ഇപ്പോൾ പാംഫോസിൽ വരെ എത്തി നിൽക്കുകയാണ്. പാംഫോസിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ബുദ്ധിമാനാകുന്ന ദേശാധിപതി സെർഗോസ് പൗലോസ് എന്ന പേരോടുകൂടിയവൻ അവിടെ 7-ാം വാക്യത്തിൽ പറഞ്ഞു, ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. പേരിന്റെ ഓർഡറിൽ ഇപ്പോൾ ബർന്നബാസാണ് ഒന്നാമൻ ബർന്നബാസാണ്. വേദപുസ്തകത്തിൻ്റെ ഒരു രീതി അതാണ് കേട്ടോ. രണ്ടുപേരുടെ പേരുകൾ ഒന്നിച്ചു പറയുമ്പോൾ കൂട്ടത്തിൽ ആദ്യം പറയുന്നത് ഒന്നാമൻ്റെ പേരാണ്. ഒന്നാമൻ ബർന്നബാസും രണ്ടാമൻ ശൗലും ഒന്നിച്ചാണ് പറഞ്ഞയച്ചതെങ്കിലും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് ബർന്നബാസ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഒന്നാമൻ ബർന്നബാസ്, രണ്ടാമൻ ശൗല്. എന്നാൽ ആ ദേശത്തെ ഒരു വ്യക്തി വചനത്തോട് എതിർക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. ഈ സമയത്ത് രണ്ടാമനായി നിന്ന പൗലോസ് ഒരു പടി മുന്നിലേക്ക് കയറുകയാണ്. പൗലോസ് സത്യത്തിൽ രണ്ടാമനാണ്. ബർന്നബാസ് ആണ് എന്തെങ്കിലും പറയേണ്ടത്. പക്ഷെ ബർന്നബാസിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. ബർന്നബാസ് വളരെ ശാന്തനാണ്, പ്രബോധനപുത്രനാണ്, കട്ടിയായിട്ടൊന്നും പറയത്തില്ല. ബർന്നബാസിൽ നിന്ന് ഇങ്ങനൊരു സെന്റൻസ് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഏതാ ഇപ്പോൾ ഈ പൗലോസ് പറഞ്ഞ ആ സെന്റൻസ്, ദേവദാസന സെന്റൻസ് വായിച്ചല്ലോ, സകല ധൂർത്തും നിറഞ്ഞവനെ എന്നൊക്കെ പറയുന്ന ആ സെന്റൻസ് ബർന്നബാസിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല.
ബർണ്ണബാസിനെ വിളിക്കുന്നതിന് പ്രബോധനപുത്രൻ എന്ന, എൻകറേജറാ. ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകളൊന്നും ഒരിക്കലും ബർണ്ണബാസ് പറയത്തില്ല. ഈ വചനത്തെ എതിർത്തുകൊണ്ട് ഒരു വ്യക്തി, അല്ലെങ്കിൽ വ്യക്തിയെ അല്ല നാം കാണേണ്ടത്, ശക്തിയെയാണ്. നാം പലപ്പോഴും ബാഹ്യമായിട്ടുള്ളതേ കാണത്തുള്ളൂ. പക്ഷെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് തന്നെ എഴുതി വെച്ചു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടെ, അധികാരങ്ങളോടെ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടെയാണ്. അപ്പൊ അതുകൊണ്ട് വ്യക്തിയല്ല, വ്യക്തിക്ക് പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി, ദേശത്ത് കർത്താവിന്റെ വേലയ്ക്ക് തടസ്സമായി ഉയരുന്ന ശക്തി, വചനത്തെ തടയുന്ന ശക്തി, ആ ശക്തിയെ കണ്ട് പൗലോസിന്റെ ഉള്ളിലെ ആ അഗ്നി ഒന്ന് ജ്വലിക്കുകയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പൗലോസിന്റെ അകത്തെ കൃപാവരം ഒന്ന് ജ്വലിക്കുകയാണ്. ജ്വലിച്ചിട്ട് അവൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി. വചനത്തെ എതിർക്കുന്നത് കണ്ടപ്പോൾ ഒരുപക്ഷെ ബർണ്ണബാസ് അല്പം പരുങ്ങി നിന്ന് കാണും. എന്താ പറയേണ്ടത്, വല്ലതും പറയാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ പ്രബോധനപുത്രനാകുന്ന ബർണ്ണബാസ് ഒന്ന് പരുങ്ങി നിന്ന് കാണും. പക്ഷെ പൗലോസ് അല്പം ആത്മിക രോക്ഷത്തോടെ, തന്നിലുള്ള കൃപാവരത്തിന്റെ ജ്വലനത്തോടെ മുൻപോട്ട് കയറിയിട്ട് ഹല്ലേലൂയ, അവനിലുള്ള ഒരു അതോറിറ്റി ഉപയോഗിക്കുകയാണ്. ഭയന്നുകൊണ്ടല്ല പറയുന്നത്, വളരെ കണിശമായിട്ട് പറയുകയാണ്, വളരെ ശക്തമായിട്ട് പറയുകയാണ്. സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവരെ, ഹല്ലേലൂയ, സകല നീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ? അപ്പോൾ ഇതൊരു പ്രോഫസിയാണ് കേട്ടോ, ഇതൊരു പ്രോഫസിയാണ്. ശൗൽ എന്ന പ്രവാചകനകത്തുള്ള പ്രോഫറ്റിക് ഗിഫ്റ്റിന്റെ ഒരു ജ്വലനമാണ് നമ്മളിവിടെ കാണുന്നത്. ശൗൽ എന്ന പ്രവാചകനെന്ന് കുറെ വാക്യങ്ങൾക്ക് മുകളിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രവചന ശുശ്രൂഷയുടെ പ്രോഫറ്റിക് ഗിഫ്റ്റിന്റെ ഓപ്പറേഷന്റെ ഒരു വളരെ വ്യക്തമായ തെളിവാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തൊക്കെ സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവന്റെ കണ്ണുകൾ ഹല്ലേലൂയ ബ്ലൈൻഡായി മാറുകയാണ്. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വന്നു. അവൻ കൈപിടിക്കുന്നവരെ തിരഞ്ഞുകൊണ്ട് തപ്പി നടക്കുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ അനുഭവം വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഈ പറഞ്ഞ ശൗല് തന്നെ തപ്പി നടന്നതാ. ഇവന്റെ കണ്ണിന് ഒരു തിമിരം പിടിച്ചതാ പണ്ടല്ലേ, ഇവന്റെ കണ്ണിനും പണ്ട് ഇരുട്ട് കയറിയതാ. ഹല്ലേലൂയ. ഒരു ദൂത് ഞാൻ ദൈവമക്കളോട് പറയാം, അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദൂത് പറയാം. ഹല്ലേലൂയ. വചനത്തെ എതിർത്ത, സുവിശേഷ രാജ്യത്തിനെതിരായി നിന്ന, ദൈവമക്കളെ അറസ്റ്റ് ചെയ്യാൻ അധികാരപത്രം കൊണ്ട് വന്ന ശൗലിന്റെ കണ്ണിനെ സ്വർഗം ഇരുട്ടാക്കിയെങ്കിൽ, ശൗലിന് തോന്നി വചനത്തെ എതിർക്കുന്നവരുടെ കണ്ണുകളെ ഇരുട്ടാക്കാൻ നമുക്കും പറ്റുമെന്ന്. വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞിടയ്ക്കൊക്കെ പരിശുദ്ധാത്മാവ് പല മീറ്റിങ്ങുകളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മീറ്റിങ്ങുകളിൽ ഞാൻ വചനം സംസാരിക്കുമ്പോൾ പറയുന്നൊരു ദൂതാണ്, ചില കണ്ണുകളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിരോധിക്കണം. ചില കണ്ണുകളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിരോധിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ചില കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ അന്ധമാകട്ടെ, കാണരുതവര്. ഹല്ലേലൂയ. ചില കണ്ണുകളെ നിരോധിക്കുക. ഇവിടെ ഇതാ വചനത്തെ തടയുന്ന, തൻ്റെ ജീവിതത്തിൽ താൻ എന്താ അനുഭവിച്ചത് എനിക്കറിയാം. തമ്പുരാൻ തൻ്റെ കണ്ണിനെ നിരോധിച്ച അനുഭവം, തൻ്റെ കണ്ണിനെ ബ്ലൈൻഡ് ആക്കിയ അനുഭവം പൗലോസിനറിയാം. പൗലോസിന് ഒരുപക്ഷെ തോന്നിക്കാണാം, ഹല്ലേലൂയ, വചനത്തെ എതിർക്കുന്ന, സുവിശേഷ രാജ്യത്തെ എതിർക്കുന്ന ഈ വ്യക്തിയുടെ മേലും അതേ കാര്യം ഞാനൊന്ന് ഇമ്പാർട്ട് ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. അവൻ്റെ കണ്ണടഞ്ഞവിടെ കുറെ സമയത്തേക്ക് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നീട് ബറേഷു എന്ന് പറയുന്ന എലീമാസ് അവൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കും, അറിയില്ല. എന്തായാലും അവിടെ പറയുന്നത് കുറേ നേരത്തേക്ക് ഒരു ടെമ്പററി ബ്ലൈൻഡ്നെസ്. ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, നാം മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ,
ഹല്ലേലൂയ. ദൈവമക്കളുടെ മൂവ്മെന്റിനെ ശത്രു കാണത്തില്ല. ദൈവമക്കളുടെ മൂവ്മെന്റിനെ ശത്രു കാണത്തില്ല. ദൈവമക്കൾ എന്താ ചെയ്യുന്നതെന്ന് അവന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പിശാച് പോലും അറിയാതെ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അല്പം എക്സ്ട്രീം ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. പിശാച് പോലും അറിയാതെ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റും. മറന്നു പോകരുത്, സുവിശേഷത്തിന്റെ പ്രവൃത്തി, സുവിശേഷ രാജ്യത്തിന്റെ പ്രവൃത്തി പൈശാചിക മണ്ഡലത്തിനെതിരെയുള്ള യുദ്ധമാണെന്ന് മറന്നു പോകരുത്. യുദ്ധക്കളത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു. പൈശാചിക മണ്ഡലത്തിനെതിരെയുള്ള ആയുധങ്ങൾ. നാം യുദ്ധക്കളത്തിലാണ്. നാം സമാധാനമുള്ള ദേശത്തല്ല. അത് ലോകത്തിൻ്റെ ഏത് ദേശത്താണെങ്കിലും ഒരു ദൈവ പൈതൽ അന്ധകാര ശക്തികൾക്കെതിരെയുള്ള യുദ്ധക്കളത്തിലാണ്. ഹല്ലേലൂയ. യുദ്ധക്കളത്തിൽ ആത്മീയ ആയുധങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. സാത്താന്യ ശക്തികളെ, അവരുടെ കണ്ണിനെ ബ്ലൈൻഡ് ചെയ്യുവാൻ നമുക്ക് കഴിയും. എലീശ പ്രവാചകൻ എങ്ങനെയാണ് തന്നെ പിടിക്കുവാൻ വന്ന സൈന്യത്തെ, താനായിരുന്ന പർവ്വതത്തെ ചുറ്റിയ സൈന്യത്തെ കണ്ണുകളെ നിരോധിച്ച് അവരെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയത്, കണ്ണുകളെ നിരോധിച്ചു കൊണ്ടുപോയത്? എലീശ പ്രവാചകൻ എങ്ങനെ ചെയ്തത്? നിശ്ചയമായിട്ടും ഏലീശയ്ക്ക് അത് ചെയ്യാൻ പറ്റിയെങ്കിൽ പുതിയ നിയമസഭയെ അന്ധകാര ശക്തികൾ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ കാണാതിരിക്കേണ്ടതിന്, നിങ്ങളുടെ യാത്ര കാണാതിരിക്കേണ്ടതിന് ആ കണ്ണുകളെ നിരോധിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയും. ഒരു ചെറിയ ഉദാഹരണം. യേശു കർത്താവ് ബേഥലഹേമിൽ ജനിച്ചല്ലേ? യേശു കർത്താവ് ബേഥലഹേമിൽ ജനിച്ചു. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വാർത്തയെത്തി മശിഹ ജനിച്ചിട്ടുണ്ടെന്ന്. ഹെരോദാവ് അന്നേരം പ്ലാൻ ചെയ്യുന്ന മശിഹ ഇല്ലായ്മ ചെയ്യാനാണ്. കാരണം മശിഹ യഹൂദന്മാരുടെ രാജാവാകുന്നവനാണ്. ഹെരോദാവിന് വലിയ ടെൻഷൻ, അയ്യോ എൻ്റെ സിംഹാസനം പോകുമല്ലോ. എന്തിനാ ഹെരോദാവ് യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചത്? അവൻ്റെ സിംഹാസനത്തോടുള്ള കൊതി, ദൈവിക നീതിയേക്കാൾ അപ്പുറമായി, ദൈവജനത്തെക്കാൾ അപ്പുറമായി സ്വന്തം അധികാരത്തോടുള്ള കൊതി. ആർക്കും അധികാരത്തോട് കൊതി ഉണ്ടാകരുത്, സ്വന്തം പൊസിഷനോട് കൊതി ഉണ്ടാകരുത്. ഏറ്റവും വലിയ അന്യായവും ആ വ്യക്തി ചെയ്യും. ഹെരോദാവ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ കാരണം എന്താ? തൻ്റെ സിംഹാസനം ഉറപ്പിക്കാൻ. മശീഹ വന്നു, ഞാൻ പോയി കുമ്പിടാമെന്ന് പറഞ്ഞവൻ മനസ്സിൽ പറഞ്ഞത് കുമ്പിടത്തിൽ അവനെ ഞാൻ കൊല്ലുന്ന. കാരണം എൻ്റെ സിംഹാസനം നഷ്ടപ്പെടും. അധികാര കൊതിയാണ് പലപ്പോഴും പല നേതാക്കന്മാരെയും ഏറ്റവും തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ആണല്ലോ, പലതും പറവാൻ ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക്. പക്ഷേ പല നേതൃത്വവും ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് സങ്കടം തോന്നും. അധികാരത്തിന് വേണ്ടി. കഴിഞ്ഞിടയ്ക്ക് ഒരു ദേവദാസൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ബൈബിൾ കോളേജിൻ്റെ നേതാവ് എന്നെ കൊണ്ട് കള്ളയോട്ട് ചെയ്യാൻ കൊണ്ടുപോയെന്ന്. കത്തോലിക്ക സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്നിട്ട് ആദ്യം പോയത് ബൈബിൾ കോളേജിലാണ്. അപ്പോൾ അദ്ദേഹം ഈ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ ഈ ദൈവ സ്വർഗത്തിൽ നിന്ന് നൂലെ കെട്ടി ഇറക്കിയ സംവിധാനം, വലിയ വിശുദ്ധന്മാരാണ്. ആ ഒറ്റ കള്ളയോട്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം പോയി. ഏതാ? ഈ ദേവദാസൻ്റെ. ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങി, പക്ഷേ ഇന്നും അദ്ദേഹത്തിന് അകത്ത് കയ്പ. കർത്താവേ, ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തെ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ കൗൺസിൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പുള്ളി എന്നോട് പറഞ്ഞത്, ഇന്ന പാസ്റ്റർ, ഞാൻ പേര് പറയുന്നില്ല, പ്രസ്ഥാനം പറയുന്നില്ല, എന്നെ കൊണ്ട് കള്ളയോട്ട് ചെയ്യാൻ കൊണ്ടുപോയി. എന്താ കാരണം? അധികാരപ്രമത്തത. കസേര ഉറപ്പിക്കാൻ വേണ്ടി എന്ത് അനീതിയും ചെയ്യും. ഹെരോദാവിന് പറ്റിയതാ കേട്ടോ. യേശുവിനെ കൊല്ലാൻ വേണമെങ്കിലും പ്ലാൻ ചെയ്യും കേട്ടോ. അധികാരം തലയ്ക്ക് പിടിച്ചാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്ത് അനീതിയും ചെയ്യും. ഹല്ലേലൂയ. പണ്ട് പാട്ടിൽ നമ്മളിങ്ങനെ പാടാറില്ലായിരുന്നു, ലോകം തരും സുഖം എനിക്ക് വേണ്ട, ലോകം തരും പേര് എനിക്ക് വേണ്ട എന്നൊക്കെ നമ്മൾ പാടാറില്ലായിരുന്നോ? ലോകം തരും സുഖം എനിക്ക് വേണ്ട, ഖേമന്മാർ ലിസ്റ്റിൽ എൻ്റെ പേരും വേണ്ട. പഴയ അപ്പച്ചന്മാരുടെ പാട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ല പദങ്ങളൊക്കെ ഉപയോഗിച്ച്, ഖേമന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ
പേരും വേണ്ട, പിന്നെ എന്ത് മതി? യേശുവെ പ്രതി സങ്കടങ്ങൾ, പരിഹാസം, നിന്ന, ദുഷി, ഇതൊക്കെ മതി എന്നാണ് പഴയ അപ്പച്ചന്മാർ പാടിയത്. ഇന്ന് പരിഹാസം, നിന്നയും ദുഷിയും ഒന്നും നമുക്കില്ല. ഉണ്ടെങ്കിലുള്ളത് കേമന്മാരുടെ ലിസ്റ്റിൽ നമ്മുടെ പേരാണുള്ളത്. പോകട്ടെ, ഞാൻ നിർത്തിയിട്ട് ഇങ്ങ് തിരിച്ചു വരികയാണ്. ഹെരോദാ രാജാവ് അറിഞ്ഞു യേശുവിൻ്റെ ജനനമുണ്ടായെന്ന്. പക്ഷെ ഈ ജനിച്ച യേശു എവിടെയാണ് ഇരിക്കുന്നത്, ഏത് കുഞ്ഞാണ്, ഇത് പിശാചിന് തിരിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ദേശത്തെ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാൻ കൽപ്പന ഇടുന്നത്. നക്ഷത്രം വെളിപ്പെട്ട സമയം തുടങ്ങിയിട്ട് ആ ദേശത്തെ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാൻ കൽപ്പന ഇടുന്നതിൻ്റെ കാരണം എന്താ? ഏത് കുഞ്ഞാ ഇതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. സാത്താന്യ മണ്ഡലത്തിനത് സീക്രട്ടായിട്ട് നിന്നു. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന രാത്രിയിൽ യേശു കുഞ്ഞിനെയും കൊണ്ട് ജോസഫും മറിയയും ഓടിപ്പോകുകയാണ് ബേത്ലഹേമിൽ നിന്ന്. ആ ഓടിപ്പോകുന്ന വഴി സാത്താൻ അറിഞ്ഞില്ല. സാത്താൻ്റെ കണ്ണ് നിരോധിക്കപ്പെട്ടു. എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുന്ന കൂട്ടത്തിൽ നിന്ന് ജോസഫും മറിയയും യേശു കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയാണ് പുറത്തു പോയത്? ദൈവം ചിലത് സാത്താൻ കാണാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാത്താനെ നിരോധിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ കണ്ണിനെ നിരോധിച്ചാൽ, എൻ്റെ അനുഗ്രഹം അവൻ കാണാതിരിക്കട്ടെ. നമുക്കൊക്കെ ചിലപ്പോൾ വലിയ പേടിയാണ് കേട്ടോ. നമ്മളിവിടെ പാസ്റ്ററെ സാത്താൻ അത് കേൾക്കരുത് കേട്ടോ. ഹല്ലേലൂയ. സാത്താൻ കേട്ടാൽ നമ്മുടെ അനുഗ്രഹം തട്ടിത്തെറിപ്പിക്കും. അതെ, കേട്ടാൽ തട്ടിത്തെറിപ്പിക്കും. അവനെ തട്ടിത്തെറിപ്പിക്കണമെന്ന് ആഗ്രഹം. പക്ഷേ ഹല്ലേലൂയ, നീ പ്രാർത്ഥനയിൽ നിൻ്റെ അനുഗ്രഹത്തെ ഒന്ന് പൊതിഞ്ഞു വെച്ചാൽ, ഒന്ന് മറച്ചു വെച്ചാൽ, ഇതെന്തോ സംഭവം എന്ന് പോലും പിശാചിന് അറിയത്തില്ല. സ്പിരിച്വൽ അതോറിറ്റീസ് ഉണ്ട്, ആത്മീക അധികാരങ്ങളുണ്ട്. പിശാചിയെ കാണാതെ ചിലതിനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മറച്ചു വെക്കുവാൻ നമുക്ക് കഴിയുമെന്ന്. മനുഷ്യനോടുള്ള രക്ഷണ്യ പദ്ധതി എങ്ങനെയാണ് കർത്താവ് പൂർത്തീകരിക്കുന്നു എന്നുള്ളത് സാത്താൻ അറിയത്തില്ലായിരുന്നു. യേശു കർത്താവ് എങ്ങനെയാണ് സാത്താൻ്റെ തലയെ തകർക്കാൻ പോകുന്നത്, എങ്ങനെയാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷ ഒഴുക്കാൻ പോകുന്നത്, ഇതിൻ്റെ പദ്ധതി എന്താണെന്ന് സാത്താൻ അറിയത്തില്ലായിരുന്നു. അറിയാമെങ്കിൽ യേശുവിനെ ക്രൂശിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. സാത്താൻ പദ്ധതി ഒഴുക്കി യേശുവിനെ ക്രൂശിക്കയറ്റി, അല്ലേ? സാത്താൻ വലിയ പ്ലാനിങ് ചെയ്തിട്ട് യേശുവിനെ ക്രൂശിക്കയറ്റി. ക്രൂശിലെ അവസാനത്തെ ആണി അടിച്ച് ക്രൂശ് ഉയർന്നു കഴിഞ്ഞപ്പോൾ സാത്താന് മനസ്സിലായി തൻ്റെ തല തകർക്കപ്പെടുകയാണ്. അന്നേരമാണ് മനസ്സിലായത് കേട്ടോ, അയ്യോ അബദ്ധം പറ്റിപ്പോൾ, ഇവൻ ക്രൂശിക്കപ്പെടുന്നതിലൂടെയാണ് തന്നെ തകർക്കുന്നത്, മനുഷ്യവർഗത്തിൻ്റെ രക്ഷണ പദ്ധതി ഒരുക്കുന്നതെന്ന് അന്നേരമാണ് സാത്താന് മനസ്സിലായത്. അന്നേരം സാത്താൻ അവിടെ നിന്ന് മനുഷ്യൻ്റെ എല്ലാം വായിക്കൂടെ പറയാൻ തുടങ്ങി, നീ ഇറങ്ങി വാ, ക്രൂശിൽ നിന്ന് നീ ഇറങ്ങി വാ. എന്താ? ഹല്ലേലൂയ. സാത്താൻ അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് യേശു മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരം വരുത്തുന്നതെന്ന്. പിശാചിന് എല്ലാ കാര്യവും അറിയത്തില്ല. പിശാച് സർവജ്ഞാനിയൊന്നുമല്ല, ദൈവം മാത്രമാണ് സർവജ്ഞാനി കേട്ടോ. പോകട്ടെ, ഞാൻ മടങ്ങി വരട്ടെ. ചില കണ്ണുകളെ നിരോധിക്കുവാൻ കഴിയും. പ്രാർത്ഥനയിൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ തെറ്റായിട്ടുള്ളൊരു കണ്ണും ഞങ്ങളുടെ ശുശ്രൂഷയുടെ മേൽ വരരുത്. ചോദ്യം ചെയ്യുന്ന ഒരു കണ്ണും ഞങ്ങളുടെ ശുശ്രൂഷയുടെ മേൽ വരരുത്. ഞങ്ങൾ സാധാരണ എങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്? വേണ്ടാത്ത ഒരു കണ്ണും അതിനകത്ത് വരരുത്. കാണേണ്ടവർ മാത്രം കാണണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു ദൈവിക പരിരക്ഷ, ദൈവിക പ്രൊട്ടക്ഷൻ, വേണ്ടാത്ത ചില കണ്ണുകളെ കർത്താവ് നിരോധിക്കും. ഹല്ലേലൂയ. വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലങ്ങളെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ആവശ്യമാണ്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ്, 1-2 മാസം മുമ്പാണ് ബ്രദർ ആൻഡ്രൂ എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ സ്മഗ്ലർ എന്നറിയപ്പെട്ടിരുന്ന ദൈവദാസൻ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. ബ്രദർ ആൻഡ്രൂ, ഗോഡ്സ് ഓൺ സ്മഗ്ലർ, ദൈവത്തിൻ്റെ സ്വന്തം കള്ളക്കടത്തുകാരൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം കള്ളക്കടത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഗോഡ്സ് ഓൺ സ്മഗ്ലർ, ദൈവത്തിൻ്റെ സ്വന്തം കള്ളക്കടത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് വേദപുസ്തകം കള്ളക്കടത്ത് നടത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. കള്ളക്കടത്തുകാരനായിരുന്നു, പക്ഷെ കള്ളക്കടത്ത് ചെയ്യുന്നത് എന്താ? വേദപുസ്തകമാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വേദപുസ്തകം കൊണ്ടുപോകാനൊക്കത്തില്ല. അദ്ദേഹം വേദപുസ്തകം കൊണ്ടുപോകും. എങ്ങനെയാണെന്നറിയാം? 1-2 ബൈബിൾ സൂട്ട് കേസിൽ വെച്ചല്ല പോകുന്നത്.
ട്രക്ക് നിറച്ച് ബൈബിൾ അങ്ങ് കയറ്റും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് ഒരു ജർമ്മൻ വോൾസ്വാഗൻ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് നിറച്ച് വേദപുസ്തകം കിട്ടും. ആദ്യകാലങ്ങളിൽ ഈ വോൾസ്വാഗൻ്റെ അകത്താണ് വേദപുസ്തകം കൊണ്ടുവരുന്നത്. നിറച്ച് ബൈബിൾ കെട്ടി നിറച്ചിരിക്കുക, ബൈബിളിൻ്റെ പാക്കറ്റ്സ് നിറഞ്ഞു കിടക്കുക. ട്രക്കിലോട്, ഒരു ട്രക്കിലോട് മുഴുവൻ ബൈബിൾ കയറ്റിയിരിക്കുക. എന്നിട്ട് ഏത് രാജ്യത്താണ് സ്മഗിൾ ചെയ്യുന്ന ആ രാജ്യത്തിൻ്റെ ബോർഡറിലെത്തിയിട്ട് അവിടെ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഇങ്ങനെ: കർത്താവെ, പണ്ട് നീ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ കാണാത്ത കണ്ണുകളെ നീ തുറന്നു, കുരുടന്മാരെ നീ സൗഖ്യമാക്കി. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കാണുന്ന കണ്ണുകൾ യേശുവിൻ്റെ നാമത്തിൽ നിരോധിക്കപ്പെടട്ടെ, അടയട്ടെ. കാണുന്ന കണ്ണുകൾ അടയട്ടെ. ഈ പട്ടാളക്കാരുടെ കണ്ണിനെ ഞാൻ ബ്ലൈൻഡ് ആക്കുകയാണ്. എന്നിട്ട് ട്രക്ക് ഓടിച്ചകത്തോട്ട് കയറിപ്പോ. പട്ടാളക്കാർ ചോദിക്കും, എന്താണെന്ന് ചോദിക്കും. ബൈബിളാന്ന് പറഞ്ഞാൽ പോലും അവർക്ക് മനസ്സിലാകത്തില്ല. കയറിപ്പിക്കോളാൻ പറയും. ഒരൊറ്റ തവണ പോലും ഹല്ലേലൂയ വേദപുസ്തകം പിടിച്ചില്ല. പോക്കറ്റിലിരുന്ന 2 ബൈബിളല്ല, ട്രക്ക് ലോഡ് ബൈബിള്. നിരോധിക്കാൻ പറ്റുമോ? നിങ്ങൾ വായിക്കണം കേട്ടോ. കഴിഞ്ഞ 1.5 മാസമായ കാണത്തുള്ള ദൈവദാസ നിത്യതയിൽ പ്രവേശിച്ചിട്ട് ഹല്ലേലൂയ ഓപ്പൺ ഡോർ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമാകുന്ന സംഘടനയുടെ സ്ഥാപകനാണ്. ഓപ്പൺ ഡോറിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. ഓപ്പൺ ഡോർ പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി ഇന്ന് നിൽക്കുന്ന സുവിശേഷീകരണത്തിന് വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് ഓപ്പൺ ഡോർസ്. ഓപ്പൺ ഡോറിൻ്റെ സ്ഥാപകനാണ് ബ്രദർ ആൻഡ്രൂ. ഹല്ലേലൂയ. എന്തൊരു പ്രാർത്ഥന, എന്തൊരു പവർഫുൾ പ്രാർത്ഥനയാണ്. ഈ ബ്രദർ ആൻഡ്രൂവിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഒത്തിരി ചെറുപ്പക്കാർ ആ കാലഘട്ടത്തിൽ ബൈബിൾ സ്മഗിൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ചെറുപ്പക്കാർ. ഹല്ലേലൂയ. അവരും എന്താ ചെയ്തതെന്നറിയാമോ? അവർ പറഞ്ഞു, കർത്താവേ, ആൻഡ്രൂ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുക. കാണുന്ന കണ്ണുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയട്ടെ. കണ്ണിനെ നിരോധിക്കുക. റൂഡി ലാക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വൈവാമിൻ്റെ ഒരു മിഷണറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഞാൻ ആ പുസ്തകം വായിച്ച് ചലഞ്ചഡ് ആയിട്ടുണ്ട്. ബ്രേക്ക് ത്രൂ, റൂഡി ലാക്ക്. ഹല്ലേലൂയ. ഗുഡ് ബുക്സ് ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓട്ടോബയോഗ്രഫി. ആരംഭകാലത്ത് എനിക്ക് തോന്നുന്നു അസംബ്ലീസ് കോഡിൻ്റെ ഒരു പാസ്റ്ററായിരുന്നു അദ്ദേഹം. അമേരിക്കക്കാരനായിരുന്നു റൂഡി ലാക്ക്. പിന്നീട് അദ്ദേഹം വൈവാമിൻ്റെ ആദ്യകാല മിഷണറിയായി. അവസാനം അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് ബ്രദർ ആൻഡ്രൂവിനെ പോലെ വേദപുസ്തകം സ്മഗിൾ ചെയ്യണം. അദ്ദേഹം ബോർഡറുകളിൽ ചെന്നു. അദ്ദേഹവും കാറ് നിറച്ചു ബൈബിൾ കൊണ്ടുപോവുക. പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ കാണുന്ന കണ്ണുകൾ അടയട്ടെ. അങ്ങനെ അടഞ്ഞു. 100 കണക്കിന് തവണ അദ്ദേഹം വേദപുസ്തകം ഹല്ലേലൂയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം പിടിക്കപ്പെട്ടത്. ഒറ്റ പ്രാവശ്യം മാത്രം. പക്ഷെ ആ പിടിക്കപ്പെട്ടതിലും ദൈവത്തിൻ്റെ മഹത്വമുണ്ടായിരുന്നു. ഈസ്റ്റേൺ ആഫ്രിക്കയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ തൻ്റെ അതിർത്തി ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ അതിർത്തിയിൽ നിന്ന് പട്ടാളക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ പട്ടാളക്കാരൻ പറഞ്ഞു, ഇയാൾ ഫോറിനർ അല്ലേ? അപ്പോൾ ആ സന്തോഷം കൊണ്ട് പറഞ്ഞു, ഞാനും ഒരു ക്രിസ്ത്യനാകട്ടോ, നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ എന്ന് ചോദിച്ചു. ഈ ആവേശം കൂടിയിട്ട് ഒരു ക്രിസ്ത്യൻ പട്ടാളക്കാരനെ കണ്ട സന്തോഷത്തിൽ ഈ റൂഡിയിലേക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു മിഷണറിയാണ്, ഞാനൊരു ക്രിസ്ത്യനാണ്, എൻ്റെ ഇപ്രാവശ്യത്തെ ദൗത്യം ബൈബിൾ സ്മഗിൾ ചെയ്യുക. ഇത് പറഞ്ഞതും പട്ടാളക്കാരൻ്റെ മട്ടുമാറി. പട്ടാളക്കാരൻ പറഞ്ഞു, ബൈബിൾ നിരോധിക്കപ്പെട്ട സാധനമാണ്, കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പട്ടാളക്കാരൻ നിർബന്ധിച്ചു, നിങ്ങളിവിടെ ഇതെന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഇത് ഡിക്ലെയർ ചെയ്യണം. ബോർഡറിൽ ഡിക്ലെയർ ചെയ്യാതെ ഇത് കൊണ്ടുപോകാനൊക്കത്തില്ല. ഇത്രയും ബൈബിൾ അകത്ത് കൊണ്ടുപോകുന്നു. ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. നിർബന്ധിപ്പിച്ച് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്തു. ഇത്ര ബൈബിൾ ഞാൻ അകത്ത് കൊണ്ടുവന്നു, ഒപ്പിട്ടു. അല്ലല്ലോ, ഡിക്ലറേഷൻ ഫോം ഒപ്പിട്ടു. റൂഡിയിലൊക്കെ പറഞ്ഞു, എൻ്റെ കർത്താവ്, ഞാൻ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത്. ഞാൻ പറയാൻ പാടില്ലായിരുന്നു ഇത് ബൈബിളാണെന്ന്. കാണുന്ന കണ്ണുകളെ അടച്ചൊക്കെ കയറി വന്നു. പക്ഷേ ഇവ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്തൊരു ദൈവമഹത്വം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ബൈബിളും കൊണ്ട് അകത്ത് ചെന്ന് ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കെ, ഞാൻ ഈ വേദപുസ്തകം സ്മഗിൾ ചെയ്തതല്ല, ബോർഡറിൽ ഡിക്ലെയർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. ആ ഒറ്റ പേപ്പർ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു.
അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു, കർത്താവേ നന്ദി, ബോർഡറിൽ എന്നെ പിടിച്ചതും ആ പട്ടാളക്കാരെ നിർബന്ധിച്ച് ഒപ്പിടിച്ചതിന് നന്ദി, അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോയേനെയും. അപ്പം നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളിൽ പോലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ് കേട്ടോ. ചില പുസ്തകങ്ങൾ വായിച്ചാൽ നമ്മൾ ഭ്രാന്തന്മാരായി മാറും, ആത്മീക ഭ്രാന്തരായി മാറും. റൂഡി ലാക്കിനെയൊക്കെ കർത്താവ് എടുത്തുകൊണ്ട് നടന്ന അനുഭവങ്ങൾ. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമോ ഇങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കുമ്പോൾ ദൈവാത്മാവ് പറയുക, ഇന്ന നമ്പർ ബസ്സിൽ കയറി കഴിയുമ്പോൾ ദൈവാത്മാവ് പറയുക, നോക്ക് ആ വ്യക്തി ഇരിക്കുന്ന കണ്ടില്ല, അവൻ്റെ കൂടെ പോയി ഇരിക്കേ. എന്നിട്ട് ദൈവാത്മാവ് പറയുക, അവൻ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ ഇറങ്ങ്, അവൻ പോകുന്ന വീട്ടിലേക്ക് നടക്ക്. GPS കേട്ടിട്ടില്ല? ഇന്ന GPS, അന്ന് പരിശുദ്ധാത്മാവായിരുന്നു GPS. ടേക്ക് ലെഫ്റ്റ് എന്നും ടേക്ക് റൈറ്റ് എന്നും പറയുന്ന പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എന്തേ പരിശുദ്ധാത്മാവിന് ഈ കാലഘട്ടത്തിൽ അങ്ങനെ നടത്താൻ പറ്റത്തില്ലേ? ദൈവത്തിൻ്റെ GPS. അമേരിക്കയിൽ ജീവിച്ചിരുന്ന പ്രധാനദാസനായിരുന്നു ഡേവിഡ് വിൽക്കേഴ്സൺ. ഹല്ലേലൂയ. ഡേവിഡ് വിൽക്കേഴ്സന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ ക്രോസ് ആൻഡ് ദ സ്വിച്ച് ബ്ലേഡ്. ആ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഡേവിഡ് വിൽക്കേഴ്സൺ, ഹല്ലേലൂയ, തന്റെ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത്, ആ ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചു കൊള്ളുക, താൻ കാർ ഓടിക്കുമ്പോൾ ദൈവം പറയും ടേക്ക് റൈറ്റ്, ടേക്ക് ലെഫ്റ്റ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ പോയിന്റിലും സംസാരിക്കുമെന്ന്. സഭയെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ തീർന്നു പോയിട്ടില്ല. ഇവിടെ ഇതാ പൗലോസ് കാണുന്ന കണ്ണുകളെ നിരോധിക്കുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷാ സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രവർത്തികളെ, ദൈവരാജ്യത്തിന്റെ പ്രവർത്തികളെ ശത്രു കാണരുത്, ഞങ്ങൾ നിരോധിക്കുകയാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. പുറകിൽ നിന്ന് പൗലോസ് അന്ന് മുന്നോട്ട് കയറിയതാ കേട്ടോ. അടുത്ത അധ്യായം മുതൽ, അടുത്ത പാരഗ്രാഫ് മുതൽ പൗലോസും ബർന്നബാസുമായി മാറി. അതുവരെ ബർന്നബാസും ശൗലുമായിരുന്നെങ്കിൽ അന്ന് പരങ്ങി നിന്ന് ബർന്നബാസിന്റെ സൈഡിൽ കൂടെ പൗലോസ് മുന്നോട്ട് കയറി. പിന്നെ പൗലോസ് പുറമോട്ടിറങ്ങിയിട്ടില്ല. അഭിഷക്തന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ശുശ്രൂഷ വളരണമെങ്കിൽ, ഹല്ലേലൂയ, അന്ധകാര മണ്ഡലത്തോട് യുദ്ധം ചെയ്യുന്ന അഭിഷക്തന്മാരുടെ ശുശ്രൂഷ മാത്രമേ വളരത്തുള്ളൂ. ഞാൻ പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്, കേവലം പ്രവാചകനായിരുന്ന ശൗല് അപ്പോസ്തലന്മാരിൽ മുൻപോട്ട് കയറി വരാൻ കാരണം, ശുശ്രൂഷയുടെ അടുത്ത പടിയിലേക്ക് വളരാൻ കാരണം, ഹല്ലേലൂയ, ഒരു ദേശത്ത് വചനത്തെ എതിർക്കുന്ന ശക്തിക്കെതിരെ പരങ്ങി നിൽക്കാതെ യുദ്ധം ചെയ്തു. ഇനി പൗലോസിന്റെ ശുശ്രൂഷ മുന്നോട്ടൊന്ന് നോക്കിക്കേ. ഏത് ദേശത്ത് ചെന്നാലും ആ ദേശത്തെ അന്ധകാര മണ്ഡലത്തെ അവൻ ബൈൻഡ് ചെയ്യുമായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം ഉദാഹരണമാണ്. ഫിലിപ്പിയ ദേശത്തെ വ്യാപരിച്ചു നിൽക്കുന്ന ഒരു വെളിച്ചപ്പാടാത്മാവ്. ആ വെളിച്ചപ്പാടാത്മാവിന് പഴയ ബൈബിളിൽ കൊടുക്കുന്ന പേരുണ്ടായിരുന്നു. പുതിയ ട്രാൻസ്ലേഷൻസിൽ ഒന്നും അതില്ല. പഴയ വേദപുസ്തകങ്ങളിൽ എനിക്ക് തോന്നുന്നു KJVയുടെ ആരംഭകാലത്ത്, ഹല്ലേലൂയ, ആ ഒരു പേരായിരുന്നു കൊടുക്കുന്നത്. ഈ വെളിച്ചപ്പാടാത്മാവിൻ്റെ ഒരു പേരുണ്ട്, പൈത്തൺ സ്പിരിറ്റ് എന്നായിരുന്നു പറയുന്നത്. ഷീ വാസ് എ പൈത്തൺ എന്നായിരുന്നു പറയുന്നത്. ഡിവിനേഷൻ സ്പിരിറ്റിന് അന്ന് വിളിക്കുന്ന ഒരു പേരാണ്, അന്നല്ല ഇന്നും ഡിവിനേഷൻ സ്പിരിറ്റിന് വിളിക്കുന്ന ഒരു പേരാണ് പൈത്തൺ. പൈത്തൺ എന്ന് പറഞ്ഞാൽ എന്താ? പൈത്തൺ ഇംഗ്ലീഷ് ഭാഷയിൽ പെരുമ്പാമ്പ് അല്ലേ? അങ്ങനെ പേര് വരാനൊരു കാരണമുണ്ട്. ഈ ഗ്രീക്കുകാരുടെ ഇടയിൽ ഈ ഡിവിനേഷന്റെ ആത്മാവ്, വെളിച്ചപ്പാടാത്മാവിനെ അവർ കണ്ടിരുന്നത് ഒരു പെരുമ്പാമ്പായിട്ടാണ്. ഹല്ലേലൂയ. ഡിവിനേഷന്റെ ആത്മാവിന്റെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പെരുമ്പാമ്പിന്റെ തലയായിരുന്നു. ഹല്ലേലൂയ. സത്യത്തിൽ ഫിലിപ്പിയ പട്ടണത്തിൽ വ്യാപരിച്ചു നിന്ന ഒരു പൈത്തൺ സ്പിരിറ്റിനെ, ഒരു പെരുമ്പാമ്പിന്റെ ശക്തിയെ പൗലോസ് ബന്ധിച്ചു കേട്ടോ. ഹല്ലേലൂയ. ഒരു പെരുമ്പാമ്പിന്റെ ശക്തിയെ. താങ്ക് യു ജീസസ്. പല പട്ടണങ്ങളും ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ശക്തിയുടെ അടിമത്തത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത്. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്,
പല ദേശങ്ങളും ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ അന്ധകാര ശക്തിയുടെ അധികാരത്തിന് കീഴിലാണ്. ആ ദേശത്ത് വേല വളരണമെങ്കിൽ ആ ദേശത്തെ അന്ധകാര ശക്തിയെ കീഴടക്കി മാറ്റണം. ഒരു ദേശത്ത് ഭരിക്കുന്ന വചനത്തെ എതിർക്കുന്ന ശക്തി തടയപ്പെട്ടില്ലെങ്കിൽ ആ ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടത്തില്ല. അതുകൊണ്ട് ഒരു ദേശത്ത് ട്രാക്ടർ ഡിസ്ട്രിബ്യൂഷൻ അല്ല ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഒരു ദേശത്ത് പരസ്യമായ സുവിശേഷ പ്രവർത്തനങ്ങൾ അല്ല ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഒരു ദേശത്ത് ആദ്യം ചെയ്യേണ്ട സുവിശേഷ പ്രവർത്തനം അടഞ്ഞ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥനയിൽ ദേശത്തിലെ അന്ധകാരങ്ങളെ ഹല്ലേലൂയ കീഴടക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദേശത്ത് അന്ധകാരത്തിന് മണ്ഡലം ഉയർന്നു നിൽക്കുന്നെങ്കിൽ സുവിശേഷ രാജ്യം അവിടെ പൊങ്ങി വരത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇത് ദൈവരാജ്യമല്ല, ദൈവരാജ്യത്തെ ശത്രുവിന് കീഴടക്കാൻ പറ്റുമോ? കീഴടക്കാൻ പറ്റത്തില്ല. പക്ഷേ കീഴടക്കാതിരിക്കണമെങ്കിൽ അന്ധകാര രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് അതിനെ നാം കാൽക്കീഴിൽ അമർത്തണം. കാൽക്കീഴിൽ അമർത്തണം. ഇവിടെയാണ് റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-22 ആ വാക്യം നോക്കിക്കേ. അവിടെ ഒരു വാക്യം പൗലോസ് എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 16-ന്റെ ഹല്ലേലൂയ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. റോമർ 16:20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ചോദ്യം, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. എൻ്റെ ഒരു ചോദ്യം, കർത്താവായ യേശുക്രിസ്തു സാത്താനെ കാൽ കീഴിൽ ചതച്ചതല്ലേ? അവന്റെ തലയെ തകർത്തതല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഈ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് എന്തിനാ പിന്നെയും അങ്ങനെ എഴുതിയത്? ചതയ്ക്കാൻ ഇനി ബാക്കിയുണ്ടോ? ഹല്ലേലൂയ. ചതയ്ക്കാൻ ബാക്കിയുണ്ടോ? അപ്പോൾ യേശു പൂർണ്ണമായിട്ട് സാത്താൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനെ യേശു തകർത്തില്ലേ? തലയെന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രം എന്ന ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന തകർത്തില്ലേ? തകർത്തു. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ദൈവം എന്നാൽ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ തൻ്റെ അഭിഷക്തന്മാരുടെ കാൽ കീഴിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശു പിശാചിൻ്റെ തലയെ തകർത്തതാ കേട്ടോ. യേശു പിശാചിൻ്റെ തലയെ തകർത്തതാ. പക്ഷെ ഇന്നും നമ്മൾ ദേശങ്ങളിൽ ചെല്ലുമ്പോൾ ഈ പിശാച് നമ്മളെ പേടിപ്പിക്കും. ഹല്ലേലൂയ. ഇത് കണ്ട് നമ്മൾ പേടിക്കാതെ ഹല്ലേലൂയ നമ്മുടെ കാൽ കീഴിൽ അവനെ ഒതുക്കിക്കോണം. ആ ഒതുക്കുന്ന ശുശ്രൂഷ, അന്ധകാര മണ്ഡലങ്ങളെ കാൽ കീഴിൽ ഒതുക്കുന്ന ശുശ്രൂഷ ഏത് ദേശത്തും ആദ്യം ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ചില ദേശങ്ങളിൽ അന്ധകാര മണ്ഡലങ്ങളുണ്ട്. ഓരോ ദേശത്തിലെ അന്ധകാര മണ്ഡലങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമാണ്. താങ്ക് യു ജീസസ്. ആ അന്ധകാര മണ്ഡലം എന്താണെന്ന് വെളിപ്പാടിൽ കണ്ട് റിയലൈസ് ചെയ്ത് അതിനെ ഒതുക്കി പ്രാർത്ഥനയിൽ ഒതുക്കി പ്രാർത്ഥനയിൽ കാൽക്കീഴ് അമർത്തിയെങ്കിൽ മാത്രമേ ദേശത്ത് സുവിശേഷ രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ കാരാഗ്രഹത്തിൻ്റെ ഗേറ്റുകൾ തുറക്കത്തുള്ളൂ. ഫിലിപ്പിയിൽ കാരാഗ്രഹത്തിൻ്റെ ഗേറ്റ് തുറന്നു കേട്ടോ. കാരാഗ്രഹ പ്രമാണി ഉൾപ്പെടെ സ്നാനപ്പെട്ടു. നമുക്ക് അങ്ങനെയുള്ള ശുശ്രൂഷയാണ് വേണ്ടത്. എങ്ങനെയുള്ള ശുശ്രൂഷ? കാരാഗ്രഹത്തിൻ്റെ ഗേറ്റ് തുറക്കണം. ശത്രുവിൻ്റെ തടവിൽ കിടക്കുന്ന മുഴുവൻ തടവുകാരും സ്നാനപ്പെടണം. കാരാഗ്രഹ പ്രമാണിമാർ സ്നാനപ്പെടണം. നമ്മൾ അങ്ങനെയുള്ള ശുശ്രൂഷ സത്യത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്നറിയാമോ? പലപ്പോഴുമൊക്കെ പിശാചിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലും തടവ് ചാടി നമ്മുടെ സഭയ്ക്കകത്ത് വന്ന് കയറും, അവരെ പിടിച്ച് നമ്മൾ മുക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ. വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ വെപ്രാളം പിടിച്ച് തടവ് ചാടി ഓടി വന്ന് കയറുന്നുണ്ട് കേട്ടോ, അവരെ നമ്മൾ മുക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നത്. അതല്ല, നമുക്ക് കാരാഗ്രഹങ്ങളെ തുറക്കണം, കൂട്ടസ്നാനങ്ങൾ നടക്കണം. അത് നടക്കണമെങ്കിൽ ദേശത്ത് വ്യാപരിക്കുന്ന ശ്വാസം മുട്ടിക്കുന്ന ചില പെരുമ്പാമ്പിൻ്റെ ശക്തികളെ, ചില പൈത്തൺ സ്പിരിറ്റിനെ ബന്ധിക്കുവാനിടയായിത്തീരണം. ചില ദേശങ്ങളിൽ അന്ധകാര മണ്ഡലങ്ങൾ വ്യാപരിക്കും. ഹല്ലേലൂയ. അറിയാമോ, വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. പെർഗമോസിലെ സഭയോട് ദൂത് പറയുമ്പോൾ പറയുന്നത്,
നീ പാർക്കുന്നത് സാത്താന്റെ സിംഹാസനമുള്ളിടത്താ. ദൈവസഭ ഉള്ളിടത്ത് തന്നെ എന്താ? സാത്താന്റെ സിംഹാസനം. ഇപ്പോൾ സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് പാർക്കുന്ന സഭയ്ക്ക് സാത്താന്യ സിംഹാസനവുമായിട്ട് യുദ്ധമുണ്ടാകും. രണ്ട് ഗവൺമെന്റാ കേട്ടോ. ഒന്ന് ഇരുട്ടിന്റെ ഗവൺമെന്റ് ആണെങ്കിൽ ഇപ്പുറത്ത് വെളിച്ചത്തിന്റെ ഗവൺമെന്റാ. യുദ്ധമില്ലാതിരിക്കുമോ? രണ്ട് ഗവൺമെന്റാ. ഒരു ദേശത്ത് രണ്ട് ഗവൺമെന്റ് ഒന്നിച്ചു ഭരിക്കുമോ? ഒരിക്കലും ഭരിക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യം ദേശത്ത് ഭരിക്കണമെങ്കിൽ അന്ധകാരത്തിന്റെ രാജ്യത്തെ ഒതുക്കണം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഒന്ന് പഠിച്ചു നോക്കിക്കേ. പൗലോസിന്റെ ശുശ്രൂഷാനുഭവങ്ങളൊന്ന് നോക്കിക്കേ. പൗലോസ് ഹല്ലേലൂയ താൻ ശുശ്രൂഷിച്ച സ്ഥലങ്ങളിലൊക്കെ അന്ധകാര ശക്തികളുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഫിലിപ്പിയ ദേശം ഉദാഹരണമാണ്. ഫിലിപ്പിയ ദേശത്ത് വ്യാപരിക്കുന്ന ഒരു പൈത്തൺ സ്പിരിറ്റിനെ, ഒരു ഡിവിനേഷൻ ആത്മാവിനെ പൗലോസ് ബന്ധിച്ചത്, അതിനെ പുറത്താക്കിയത് ഒരു വിധത്തിൽ ആ ദേശത്തെ സ്വതന്ത്രമാക്കുന്നതിന് തുല്യമായിരുന്നു. അതാണ് കാരാഗ്രഹ പ്രമാണിയുടെ വിടുതലിന് കാരണമായി തീർന്നത്. അവിടെയാണ് പൗലോസിന്റെ വിഷൻ പൂർത്തീകരിക്കപ്പെട്ടത്. ഫിലിപ്പിയിലേക്ക് പൗലോസ് വെറുതെ വന്നതാണോ? അല്ല, ഒരു ദർശനം കണ്ടാ വന്നതല്ലേ. എന്തോ ദർശനം? ആ പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസിന്റെ ദർശനം നമ്മൾ കാണുന്നുണ്ട്. നമ്മളതിനെ മക്കദോന്യ വിളി എന്ന് ഓമനപ്പേരിട്ടാണ് വിളിക്കുന്നത് അല്ലേ. നമ്മൾ വേദോസം പഠിപ്പിക്കുമ്പോൾ ആ ദർശനത്തെ നമ്മൾ വിളിക്കുന്നത് മക്കദോന്യൻ വിളി, പൗലോസിന്റെ മക്കദോന്യൻ വിളി. ആ ദർശനത്തിന്റെ പ്രത്യേകത എന്താ? പൗലോസ് ദർശനം കാണുന്ന മക്കദോന്യക്കാരനാകുന്ന ഒരു പുരുഷൻ വന്നിട്ട് ഞങ്ങളെ സഹായിപ്പീനെന്ന് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പക്ഷേ ഇതുവരെ പുരുഷൻ വെളിപ്പെട്ടിട്ടില്ല. ആദ്യം ചെന്നത് മാനസാന്തരപ്പെട്ട സ്ത്രീകളാണ്. അപ്പം പ്രവചനം ശരിയായോ? കണ്ടത് സ്ത്രീകളെയല്ല, പിന്നെ ആരെയാണ്? പുരുഷനെയാണ് കണ്ടത്. ഇതുവരെ പുരുഷൻ വെളിപ്പെട്ടിട്ടില്ല. അടുത്ത സ്റ്റെപ്പായിട്ട് ഭൂതാത്മാവ് ബാധിച്ച ഒരു വ്യക്തി സൗഖ്യമായത് ഒരു സ്ത്രീയാ. അവിടെയും പുരുഷൻ വെളിപ്പെട്ടില്ല. പക്ഷെ ഭൂതാത്മാവ് ബാധിച്ച ആ സ്ത്രീയിലെ പൈത്തൻ സ്പിരിറ്റ് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദർശനത്തിൽ കണ്ട പുരുഷൻ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആ കാരാഗ്രഹത്തിൻ്റെ അകത്തെ കാരാഗ്രഹ പ്രമാണി നിലവിളിച്ചുകൊണ്ട് പറയുക, ഹല്ലേലൂയ, അവൻ നിലവിളിച്ചുകൊണ്ട് വെളി വന്നെന്നല്ലേ. അവൻ വെളിച്ചം ചോദിച്ചെന്നല്ലേ. അവൻ വിളിച്ചു ചോദിച്ചു, സഹോദരന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? വിഷനിൽ കണ്ട, ദർശനത്തിൽ കണ്ട പുരുഷൻ വെളിപ്പെട്ടു. കുറെ സമയമെടുത്തു, പക്ഷെ വിഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഒരു ദർശനം കണ്ടിട്ടല്ലേ പൗലോസ് വന്നത്. ആ ദർശനത്തിലെ പുരുഷൻ വെളിപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? ആ ദർശനം പൂർത്തീകരിക്കപ്പെട്ടത് എപ്പോഴാണെന്നറിയാമോ? ദേശത്ത് നിൽക്കുന്ന അന്ധകാരം ബന്ധിക്കപ്പെട്ട ശേഷമാണ്. ദേവദാസിമാരെ നിങ്ങളായിരിക്കുന്ന ദേശത്തെക്കുറിച്ച് സ്വർഗം നിങ്ങൾക്ക് നൽകിയ ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് വരും നിശ്ചയം. എന്നാൽ അത് വെളിപ്പെട്ടു വരണമെങ്കിൽ ഹല്ലേലൂയ ആ ദർശനത്തെ തടയുന്ന, അതിൻ്റെ പൂർത്തീകരണത്തെ തടയുന്ന ദേശത്ത് വ്യാപരിക്കുന്ന ചില അന്ധകാരങ്ങൾക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ശ്രദ്ധിക്കണം. ദേശത്തെ അന്ധകാര ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന സഭ മാത്രമേ വളരത്തുള്ളൂ. ഇത് ചർച്ച് ഗ്രോത്തിന്റെ സീക്രട്ടാ. ഒരു ചർച്ച് ദേശത്ത് വേരുറച്ച് പടർന്ന് പന്തലിച്ച് വളരണമെങ്കിൽ ആ സഭ ഹല്ലേലൂയ ദേശത്തിലെ അന്ധകാരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സഭയായിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് സഭകളെ ദേശത്താക്കിയിരിക്കുന്നത്, വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ പ്രതിനിധികളാക്കിയിരിക്കുന്നത് അന്ധകാര മണ്ഡലങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദേശത്ത് സഭാ വളർച്ച ഉണ്ടാകത്തുള്ളൂ. പോളിയോഗിച്ചോവിന്റെ ചർച്ചൊക്കെ വലിയ എക്സാമ്പിളാണ് കേട്ടോ. പോളിയോഗിച്ചോവിന്റെ ചർച്ച്, ഗോട്ടിമാല എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്തെ സുവിശേഷത്തിന്റെ വളർച്ച, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ നടത്തിയ ഒരു സെമിനാറുണ്ട്. എനിക്കൊന്ന് സെമിനാറിന്റെ വീഡിയോസ് ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കുന്നവർ പോയി കണ്ടാൽ നല്ലതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ നടത്തിയ ഒരു സെമിനാർ. ആ സെമിനാർ എന്തിനെ കുറിച്ചായിരുന്നു അറിയാമോ? പെന്റിക്കോസ്റ്റലിസം,
പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെക്കുറിച്ചായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി തരത്തിലുള്ള പേപ്പറുകൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടു. അതിനകത്ത് ഒരു പേപ്പറാണ് ഗോട്ടിമാലയിലെ പെന്തിക്കോസ്റ്റൽ വളർച്ച. ഗോട്ടിമാലയിൽ എങ്ങനെ പെന്തിക്കോസ്റ്റൽ വളർച്ച ഉണ്ടായെന്നറിയാമോ? 1972 TL ഓസ്ബാൻ എന്ന് പറയുന്ന ദൈവദാസൻ, TL ഓസ്ബാൻ അമേരിക്കക്കാരനാണ് ആയിരുന്നു. അദ്ദേഹം വലിയ ക്രൂസൈഡ്സ് നടത്തുന്ന ദൈവദാസനായിരുന്നു. ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു ക്രൂസൈഡ് നടത്തുന്ന ദൈവദാസനായിരുന്നു TL ഓസ്ബാൻ. ഇന്ത്യയിൽ വരെ വന്ന് അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബോംബെയിലും കൊച്ചിയിലുമൊക്കെ അദ്ദേഹത്തിന് ക്രൂസൈഡ്സ് നടന്നിട്ടുണ്ട്. TL ഓസ്ബാൻ്റെ 1972 അദ്ദേഹം ഗോട്ടിമാലയിൽ ചെന്നു. അന്ന് ഗോട്ടിമാലയിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പെർസെൻറ്റേജ്, പെന്തിക്കോസ്റ്റൽ പെർസെൻറ്റേജ് 2%. 2%. TL ഓസ്ബാൻ, ഹല്ലേലൂയ, TL ഓസ്ബാൻ ഒരു ക്രൂസൈഡിൽ വെച്ച് 72 പ്രവചിച്ചു, ഗോട്ടിമാലയുടെ പാർലമെന്റ് പ്രാർത്ഥിച്ചാരംഭിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ചില ദൂതുകൾ അങ്ങനെയാണെന്ന്. അപ്പോൾ ആളുകൾ പറഞ്ഞു, യോ മണ്ടത്തരം, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? 72 ഹല്ലേലൂയ ഒരു പ്രവചനം, ഗോട്ടിമാല ഒരു പെന്തിക്കോസ്റ്റൽ രാജ്യമായിട്ട് മാറും. 1992 അത് സംഭവിക്കുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം 2% കടന്ന ഗോട്ടിമാലയിലെ പെന്തക്കോസ്ത് ഇന്ന് 90% അധികമാണ്. വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ചിന്തിക്കും ഈ പ്രവചനമൊക്കെ ചുമ്മാ ആളുകളെ ഇളക്കാൻ പറയുന്നത്. അങ്ങനല്ല. ഈ പ്രവചനത്തെ പിടിച്ചു വെച്ച് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. അത് ഇന്ത്യയിൽ നടക്കും, അത് അമേരിക്കയിൽ നടക്കും എന്ന് പറഞ്ഞ് ആ ദർശനം പൂർത്തീകരിക്കാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാരങ്ങൾക്കെതിരെ വെട്ടാൻ ആരോഗ്യമുള്ള ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റാൽ, എന്താ ഞാൻ പറഞ്ഞ വെട്ടാൻ ആരോഗ്യമുള്ളവർ എഴുന്നേൽക്കണം കേട്ടോ. ദേശശക്തികളെ വെട്ടാൻ പവറുള്ളവർ എഴുന്നേൽക്കണം. ഇതെൻ്റെ ഭാഷയല്ല, കർത്താദാസൻ PC ചെറിയാൻ പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞതാ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ അദ്ദേഹം വന്നപ്പോൾ, അന്ന് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെ ഒരു ഔദ്യോഗിക പത്രമുണ്ട്. ആ പത്രത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് അദ്ദേഹം ചർച്ചക്കോട് മിഷൻ ബോർഡിൻ്റെ ഡയറക്ടറാണ്. കേരളത്തിലെ ചർച്ച ബോർഡിൻ്റെ മിഷൻ ബോർഡ് ഡയറക്ടറാണ് അദ്ദേഹം. ബോംബെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഇക്കഡോർ എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്ത് ഒക്കെ മിഷനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ജിം എലിയറ്റിൻ്റെ ഒക്കെ മിഷൻ. ഇക്കഡോറിൽ സുവിശേഷം എത്തിയിട്ട് 50-60 വർഷമായതേ ഉള്ളൂ. പക്ഷേ ഇക്കഡോർ ഇന്നൊരു ക്രിസ്തീയ രാജ്യമാണ്. മിഷണറിമാരെ കൊന്ന രാജ്യം, ജിം എലിയറ്റ് രക്തസാക്ഷിയായി തീർന്ന രാജ്യം. ഹല്ലേലൂയ. ആ രാജ്യം ഇന്ന് ഒരു ക്രിസ്തീയ രാജ്യമാണ്. ഞാൻ പറഞ്ഞു ഗോട്ടിമാല മുഴുവൻ മാറി, പെറു പെന്തക്കോസ്തുകാരുടെ രാജ്യമായി മാറി. ഒത്തിരി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പെന്തക്കോസ്ത് റിവൈവൽ അനുഭവിക്കുന്നു, ഇന്നും അനുഭവിക്കുന്നു. ഞാൻ ചോദിച്ചു, പക്ഷേ ഇന്ത്യയിൽ സുവിശേഷം എത്തിയിട്ട് 2000 വർഷമായി, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് കാണാത്തത്? അദ്ദേഹം പറഞ്ഞു, ലോകരാജ്യങ്ങളിൽ ഏറ്റവും അധികം അന്ധകാര ശക്തികൾ വാഴുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്നുവരെ ഈ അന്ധകാരങ്ങളെ വെട്ടാൻ ആരോഗ്യമുള്ള ഒരു അഭിഷക്തൻ ഇന്ത്യയിൽ എഴുന്നേറ്റിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ആ പത്രം ഇന്നും ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അത് പ്രിന്റ് ചെയ്ത് വന്ന പത്രം ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, എൻ്റെ കയ്യിലുണ്ട്. പാസ്റ്റർ PC ചെറിയാൻ പറഞ്ഞതാണ്. ഇന്നുവരെ ഇന്ത്യയിലെ അന്ധകാരങ്ങളെ വെട്ടാൻ അഭിഷേകമുള്ള അധികാരമുള്ള ഒരുത്തൻ ഇന്ത്യയിൽ എഴുന്നേറ്റിട്ടില്ല. ദേശങ്ങളിൽ എഴുന്നേൽക്കണം. നമ്മളൊക്കെ ബർന്നബാസുമാരായിപ്പോയതാ കുഴപ്പം കേട്ടോ. ചില പൗലോസുമാർ എഴുന്നേൽക്കണം. പ്രാർത്ഥിച്ചാട്ടെ. ഹർഷക്കാമന 2-3 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ? എല്ലാ സെക്ഷനും അവസാനിക്കുന്ന പോലെ ഈ സെഷൻ അവസാനിക്കണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടത് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. ചില അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ, ചില പൗലോസുമാർ എഴുന്നേൽക്കട്ടെ. വചനത്തെ എതിർക്കുന്ന ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന, മുഷിഞ്ഞു തിരിഞ്ഞു നോക്കിയെന്ന പൗലോസ് വെളിച്ചപ്പാർത്തിയായ സ്ത്രീയെ മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി, അധികാരത്തോടെ കൂടെ കൽപ്പിച്ചു, അന്ധകാരങ്ങളെ ബൈൻഡ് ചെയ്തു, ദേശത്ത് വ്യാപരിക്കുന്ന പൈത്തൺ സ്പിരിറ്റിനെ ബന്ധിച്ചു. എഫെസോസിലും ഇത് തന്നെയാണ് സംഭവിച്ചത് കേട്ടോ. പ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിൽ പൗലോസ് ഏറ്റവും കൂടുതൽ പാർത്ത പട്ടണമാണ്. വചനം പറയുന്നു, മന്ത്രവാദികളുടെ പണി പൂട്ടിപ്പോയി. അവിടെ പൗലോസ് താമസിക്കുന്ന സ്ഥലത്തെ
പാരലായിട്ടുള്ള ഒരു മന്ത്രവാദവും നടക്കത്തില്ലായിരുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, സ്കേവയുടെ മക്കൾ വേറെ ഏത് നാട്ടിൽ പോയാലും അവർ ഭൂതത്തെ ഇറക്കും കേട്ടോ. എഫെസോസിൽ വന്നപ്പം പരാജയപ്പെട്ടു. കാരണം എന്താ? എഫെസോസിൽ ചലിക്കത്തിൽ അവൻ്റെ മന്ത്രവാദം. കാരണം ആ പട്ടണത്തിൽ പൗലോസ് പാർക്കുകയാ. അഭിഷക്തന്മാരെ, പൗലോസ് പാർക്കുന്നിടത്ത് വേറെ പാരലൽ പരിപാടിയൊന്നും നടക്കത്തില്ല. പൗലോസ് പാർക്കുന്നിടത്ത് വേറെ ഒരു മന്ത്രവാദിയുടെ മന്ത്രം ഫലിക്കത്തില്ല. കാരണം ഇവർ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികൾ. ദേശാന്തരി എന്ന് പറയുമ്പോൾ പല ദേശത്ത് ഇവർ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാം ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട്. ആ ബലം വെച്ചുകൊണ്ടാണ് എഫെസോസിൽ വന്നിറങ്ങിയത്. അപ്പം നോക്ക, എഫെസോസിൽ ഭൂതം വെളിപ്പെട്ടു, പക്ഷെ പുറത്തു പോകുന്നില്ല. കാരണം എന്താ? എഫെസോസിലെ ആത്മിക ശുശ്രൂഷയുടെ ഗവൺമെന്റ് ഇപ്പൊ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പൗലോസാ. എഫെസോസിലെ അന്ധകാര ഗവൺമെന്റ് കാലിന്റെ കീഴില, ചലിക്കത്തിൽ. അവിടെ പാരലൽ പരിപാടികളെ മുഴുവൻ പൗലോസ് അറസ്റ്റ് ചെയ്തേക്കുക. ഫിലിപ്പിയിലും അതാ ചെയ്തത് കേട്ടോ. ഫിലിപ്പിയിൽ വെളിച്ചപ്പാട് ആത്മാവിനെ ബന്ധിച്ചു. കാരണം എന്താ? അത് പാരലൽ പരിപാടിയാ. ദേശത്ത് എല്ലാവർക്കും ലാഭം ഉണ്ടാക്കുന്ന ശക്തിയാ. അത് ഒതുങ്ങിയെങ്കിൽ മാത്രമേ ദൈവജനം, ഹല്ലേലൂയ, ദൈവസഭകൾ വളരത്തുള്ളൂ. പാരലൽ വെളിച്ചപ്പാട് ആത്മാവിൻ്റെ അടുക്ക പോകാൻ എളുപ്പമല്ലേ? ഒരു 10 രൂപ കൊണ്ട് കൊടുത്താൽ അവർ ദൂത് പറയും. അപ്പോൾ ആളുകൾക്ക് ഏതാ ഇഷ്ടം? ദൂത് കേട്ടാൽ മതി. അവർ വെളിച്ചപ്പാട് ആത്മാവിൻ്റെ അടുക്ക പോയി ദൂത് കേട്ടോണ്ടിരിക്കും. എല്ലാവർക്കും ലാഭവും ഉണ്ടാകും. പക്ഷെ ആ ശക്തി അവിടെ നിൽക്കുമ്പോൾ ആരും സഭ വരത്തില്ല. സഭ വന്നാൽ എന്താ പ്രശ്നം? സഭ വന്നാൽ 10 രൂപ കൊടുത്താൽ ദൂത് കേൾക്കത്തില്ല. നമ്മളിവിടെ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വിശുദ്ധ ജീവിതം നയിക്കണം. അപ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആളുകൾക്ക് ഏതാ എളുപ്പം? ആളുകൾക്ക് 10 രൂപ കൊടുത്താൽ ദൂത് കിട്ടുന്ന സ്ഥലമാണ് എളുപ്പം. വിശുദ്ധി വേർപാടുള്ളവർക്ക് അങ്ങനെ ആൾ വരുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ 10 രൂപ കൊടുത്താൽ ദൂത് കിട്ടുന്നിടം അടഞ്ഞെങ്കിൽ മാത്രമേ പാരലൽ പ്രസ്ഥാനങ്ങൾ, പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചന പ്രകാരമല്ലാത്തത്, മന്ത്രവാദ പ്രസ്ഥാനങ്ങൾ എഫെസോസിൽ സംഭവിച്ചതുപോലെ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ ആവശ്യക്കാർ സഭയ്ക്കകത്ത് വന്ന് മുഴകാലിൽ ഇരിക്കത്തുള്ളൂ. പൗലോസ് അതാ ചെയ്തത് കേട്ടോ. ഫിലിപ്പിയിലും എഫെസോസിലും അതാണ് ചെയ്തത്. എഫെസോസിൽ മന്ത്രവാദികൾ വന്ന് മന്ത്രപുസ്തകങ്ങൾ കത്തിച്ചവസാനം മന്ത്രവാദ പുസ്തകങ്ങൾ, മന്ത്രവാദ വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചു. എഫെസോസിലെ വലിയ കച്ചവടക്കാർ, വിഗ്രഹങ്ങളെ വിൽക്കുന്നവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? വിഗ്രഹങ്ങളുടെ കച്ചവടമില്ലാതായിപ്പോയി. ദേശത്തെ വിഗ്രഹാരാധനയുടെ, വിഗ്രഹങ്ങളുടെ കച്ചവടം പൗലോസ് പൂട്ടിച്ചു. ഹല്ലേലൂയ. എഫെസോസ് ഒരു ഉദാഹരണമാണ്. എഫെസോസ് ഭരിച്ചിരുന്ന, എഫെസോസിൽ വാണിരുന്ന, എഫെസോസ് മാത്രമല്ല മുഴുവൻ ഏഷ്യയും കൺട്രോൾ ചെയ്തിരുന്ന അന്ധകാര ശക്തി ഒന്നുമില്ലാതായി. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 19 പറയുന്നത്, അഭിഷക്തന്മാരെ, ദൈവദാസിമാരെ, നിങ്ങളിരിക്കുന്ന ദേശത്ത് വ്യാപരിക്കുന്നത് എന്താണോ അതിനെ നിങ്ങൾ വേഗത്തിൽ കാൽ കീഴാക്കുക. പറഞ്ഞാട്ടെ, സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽ കീഴാക്കും. ദേശങ്ങളിൽ റോമാസഭയെ, റോമിനെ ഭരിക്കുന്ന ചിലതുണ്ട് കേട്ടോ. റോമിനെ ഭരിക്കുന്ന ചിലതുണ്ട് കേട്ടോ. റോമിലെ സഭ സാധാരണ സഭയല്ല. റോം യേശുവിനെ ക്രൂശിച്ച ദേശമാണ്, അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിച്ച ഭരണത്തിന്റെ ക്യാപിറ്റലാണ് റോം. ആ റോമിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു വലിയ അന്ധകാര മണ്ഡലമുണ്ട്. ഒരു എതിർ ക്രിസ്തുവിന്റെ മർമ്മമെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഹല്ലേലൂയ. ആ റോമിലുള്ള സഭയോട് പറയുക, നീ ഇരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം. പൗലോസ് അങ്ങനെ എഴുതിയില്ലെങ്കിലും എഴുതിയതിൻ്റെ അർത്ഥം അതാ, നീ റോമിലായിരിക്കുന്നത്. യേശുവിനെ ക്രൂശിച്ച ഭരണകൂടത്തിൻ്റെ ക്യാപിറ്റൽ എവിടെയാ? അവിടെയാ റോമാസഭയെ നീ ഇരിക്കുന്നത്. വേഗത്തിൽ ആ ദേശത്ത് ഭരിക്കുന്ന, സത്യത്തിൽ അന്ന് റോം ലോകത്തിൻ്റെ ക്യാപിറ്റലാണ് കേട്ടോ. ആ ദേശത്ത് ഭരിക്കുന്ന സാത്താന്യ മണ്ഡലത്തെ നിന്റെ കാൽ കീഴാക്കും. ഹല്ലേലൂയ. ചരിത്രം അതായിരുന്നു കേട്ടോ. ആ റോമാ സാമ്രാജ്യം ഭൂമിയുടെ മുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അതാണ് ചരിത്രമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ദേശത്ത് പറഞ്ഞാട്ട് വേണ്ടാത്ത ചിലതിനെ കർത്താവേ നീ കാൽ കീഴാക്കണം. ഹല്ലേലൂയ. സഭ വളരണമോ? സഭ വളരണമോ? പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ മെത്തേഡ് ഇതാ കേട്ടോ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കാണുന്ന ചില കണ്ണുകൾ നിരോധിക്കപ്പെടട്ടെ. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയെ അവർ കാണാതെ യേശു ക്രിസ്തുവിന്റെ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ഒരു 2-3 മിനിറ്റ്
ചില ദേശങ്ങളിൽ ചില കണ്ണുകളെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഇറങ്ങി ബ്ലൈൻഡ് ആക്കുവാൻ മഷൽ ഖാമന ദൈവസഭകളെ നോട്ടമിടുന്ന ചില അന്ധകാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ മേലൊരു തിമിരം വീഴട്ടെ, അവരുടെ മേലൊരു തിമിരം വീഴട്ടെ. ദേശങ്ങളെ ഭരിക്കുന്ന ചില പൈത്തൺ സ്പിരിറ്റ്, ചില ഡിവിനേഷൻ സ്പിരിറ്റ്, ചില പാരലൽ സ്പിരിറ്റുകൾ മഷൽ ഖാമന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. പൗലോസേ, നീ പാർക്കുന്നിടത്ത് വേറെ ഒന്നും ചലിക്കത്തില്ല കേട്ടോ. ചില പൗലോസുമാർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കാലഘട്ടത്തിന്റെ പൗലോസുമാർ എഴുന്നേറ്റ് വരട്ടെ. ഈ കാലഘട്ടത്തിന്റെ പൗലോസുമാർ എഴുന്നേറ്റ് വരട്ടെ. മനാല ഷെഖേമാന ഗോട്ടിമാലയ്ക്ക് മാറാൻ പറ്റുമെങ്കിൽ, ഗോട്ടിമാലയുടെ പാർലമെന്റിൽ ഇന്ന് ഒട്ടുമുക്കാലും ദൈവമക്കളാ. ഹല്ലേലൂയ. ഒരു കാലത്ത് ഗോട്ടിമാലയുടെ പ്രസിഡന്റ് വരെ പെന്തക്കോസ്തുകാരനായിരുന്നു. ഗോട്ടിമാല എക്സാമ്പിൾ. എങ്ങനെയാ ഗോട്ടിമാല മാറിയത്? തിയലോസ്മാൻ പ്രവചിച്ചിട്ട് പോയി 2% രാജ്യത്തോട്. ആ ഗോട്ടിമാലയിൽ ഒരു ചെറുപ്പക്കാരൻ കാത്തലിക് ചർച്ചിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് എഴുന്നേറ്റ് വന്നു. ആ ചെറുപ്പക്കാരൻ്റെ പേരായിരുന്നു കാർലോസ് അനക്കൊണ്ടിയ. ഒരു വല്ലാത്ത പേരാകട്ടോ, കാർലോസ് അനക്കൊണ്ടിയ. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. അല്ലല്ലേ, കാർലോസ് അനക്കൊണ്ടിയ. ആ മനുഷ്യൻ സാത്താനെ വെല്ലുവിളിച്ചു. ഒരു ഈറ്റപ്പുലിയെപ്പോലെ നിന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലുള്ള വ്യത്യസ്തത എന്തായിരുന്നു അറിയാം? അദ്ദേഹം വലിയ ക്രൂസൈഡുകൾ നടത്തുമായിരുന്നു. ഗോട്ടിമാലയെ മാത്രമല്ല, മുഴുവൻ ലാറ്റിൻ അമേരിക്കയും വറപ്പിച്ച ഒരു മനുഷ്യനാണ്. ആത്മമണ്ഡലത്തിൽ വറപ്പിച്ച മനുഷ്യനാണ് കാർലോസ് അനക്കൊണ്ടിയ. സ്പാനിഷ് ഭാഷയിലായിരുന്നു പ്രസംഗിക്കുന്നത്. നമ്മൾ പറയും, പാസ്റ്റർ എനിക്ക് അത്ര ഇംഗ്ലീഷ് അറിയത്തില്ല. ആര് പറഞ്ഞ് ഇംഗ്ലീഷ് അറിയണമെന്ന്? അഭിഷേകമുണ്ടെങ്കിൽ മലയാളം മതി, സാത്താൻ വിറച്ചോളും. ഹലോ, അഭിഷേകമുണ്ടെങ്കിൽ, അതോറിറ്റി ഉണ്ടെങ്കിൽ മലയാളം മതി, സാത്താൻ കിടുകിട വിറയ്ക്കും. ഹല്ലേലൂയ. സ്പാനിഷ് ഭാഷയിൽ മാത്രം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ ലാറ്റിൻ അമേരിക്ക മുഴുവൻ വിറപ്പിച്ചു കേട്ടോ. അയാൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കും. അയാളുടെ പ്രസംഗത്തിൻ്റെ ഇടയിൽ പറയുന്ന, സൈത്താൻ ലിസൺ മീ, സാത്താനെ ഞാൻ പറയുന്നത് കേക്ക്, സൈത്താൻ ലിസൺ മീ. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചെന്നറിയുമ്പോൾ ലക്ഷങ്ങൾ സ്നാനപ്പെടാൻ തുടങ്ങി. ലക്ഷങ്ങൾ കാർലോസ് അനക്കൊണ്ടിയുടെ മിനിസ്ട്രിയിൽ മാനസാന്തരപ്പെടാൻ തുടങ്ങി. ഒറ്റ മനുഷ്യൻ ഒരു ദേശത്തെ മാറ്റി, ഒരു രാജ്യത്തെ മാറ്റി. അധികാരമുള്ള ചിലത് എഴുന്നേറ്റ് വരട്ടെ. വിശുദ്ധറിയാൻ പാസ്റ്റർ ഭാഷയിൽ വെട്ടാൻ ആരോഗ്യമുള്ള ദേശത്തെ ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, സാത്താനെ ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള നട്ടലുള്ള ചിലർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. നമുക്ക് സാത്താനെ പേടിയുണ്ടോ? പേടിക്കണ്ട, നമുക്കൊക്കെ പേടിയാ. ഞാനൊരു ഡാളസിലെ ഒരു ചർച്ചിൽ വചനം പറഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ആ ചർച്ചിലെ വിശ്വാസി വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് സാത്താനെ ഇല്ലയോ എന്ന് ചോദിച്ചു. പാസ്റ്റർക്ക് കാരണം ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ സാത്താനെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് കണ്ടപ്പോൾ പുള്ളി ഓർത്തു, അയ്യോ പാസ്റ്റർ ഇങ്ങനെയൊന്നും വെല്ലുവിളിക്കില്ല. ഞാൻ ചോദിച്ചു, അതെന്താ ദേവദാസനെ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അല്ല ഈ ദേവദാസന്മാർ പറഞ്ഞിട്ടുണ്ട് തിരിച്ചടി കിട്ടുമെന്ന്. എന്ത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു തീരുമാനം എടുത്തു, മരിക്കാനാണ് ഇറങ്ങിയേക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, തിരിച്ചടി കിട്ടും. യുദ്ധക്കളത്തിൽ പിശാച് റബ്ബർ ബുള്ളറ്റാണ് ഉപയോഗിക്കുന്നത്. നല്ല ഒന്നാം തരം ബുള്ളറ്റ് ഉപയോഗിക്കും. യുദ്ധത്തിലാണ് ഇറങ്ങി നിൽക്കുന്നത്. ഇവിടെ റബ്ബർ ബുള്ളറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കരുത് കേട്ടോ. ചിലരുടെ ചിന്ത, പിശാച് ബുള്ളറ്റ് വിട്ടാൽ ഈ നെഞ്ചത്ത് വരുമ്പോൾ ഇവിടം വരെ വന്നിട്ട് തട്ടി താഴെ വീണുപോകുന്നു. അങ്ങനെയല്ല, ചിലപ്പോൾ ബുള്ളറ്റ് കൊള്ളും. പക്ഷേ പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ടാകാൻ പാടില്ല. കോളറോടെ അത് സുവിശേഷ വേല ചെയ്യാൻ പറ്റത്തില്ല. ധൈര്യശാലികളായി പറഞ്ഞാട്ട് ഹല്ലേലൂയ, സാത്താനെ വെല്ലുവിളിച്ച് ശുശ്രൂഷ ചെയ്യേ. പ്രൊട്ടക്ഷൻ കർത്താവ് തന്നോളൂ കേട്ടോ. ഹല്ലേലൂയ. പ്രൊട്ടക്ഷൻ. നമ്മൾ വേലിക്കകത്ത് നിൽക്കുന്നിടത്തോളം അവന് നമ്മളെ തൊടാൻ പറ്റത്തില്ല. പക്ഷേ ഇടയ്ക്ക് വേലി ചാടിയാൽ നമുക്ക് ഇടി കിട്ടും കേട്ടോ. മറന്നു പോകരുത്, വേലി ചാടരുത്. കർത്താവിൻ്റെ പ്രൊട്ടക്ഷനകത്ത് നിന്നോണം. വെല്ലുവിളിച്ചിട്ട് വേലി ചാടിപ്പോയാൽ പിശാച് എടുത്തിട്ട് ഇടിക്കും, യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. വേലി ചാടരുത്, ബൗണ്ടറിക്കകത്ത് നിന്നോണം. വിശുദ്ധിയുടെ വേലിക്കെട്ടിൻ്റെ അകത്ത്, വചനത്തിൻ്റെ വേലിക്കെട്ടിൻ്റെ അകത്ത് നിന്നാൽ കർത്താവ് സൂക്ഷിച്ചോളും. ഹല്ലേലൂയ. തൊടത്തില്ല. ഹല്ലേലൂയ. ചിലർ വെല്ലുവിളിച്ച് നിൽക്കട്ടെ. ദേശങ്ങളിൽ മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചേ വായടയ്ക്ക്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കാൽക്കീഴൊന്നാക്കിക്കാട്ടെ. ചില ദേശങ്ങൾ അതിൻ്റെ റിസൾട്ട് ഈ നാളുകളിൽ കാണാൻ പോകുക. കർത്താവ് ഇന്ന് പറഞ്ഞ് ഈ വചന നിമിത്തം ഞങ്ങൾ കർത്താവ് ഈ ധൈര്യം ഞങ്ങളുടെ മേൽ വിളിച്ചു വരുത്തുന്നു. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ധൈര്യം
പ്രിയ ദൈവദാസന്മാരുടെ മേൽ, ദൈവദാസിമാരുടെ മേൽ, ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളുടെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ നമ്മെ. താങ്ക് യു പാസ്റ്റർ. ശക്തമായിട്ടുള്ള വചന പ്രബോധനം ഈ രാത്രിയിലും നാം കേട്ടല്ലോ. ആസ്യയിലേക്ക് പോകുവാനൊരുങ്ങിയ പൗലോസിന് കണ്ട ദർശനത്തിൽ ഒരു പുരുഷനാണ്, മാസിഡോണിയക്കാരനായ ഒരു പുരുഷൻ. എന്നാൽ ആ വചനം യാഥാർത്ഥ്യമായത് ഫിലിപ്പിയിൽ യൂറോപ്യൻ രാജ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോളോ ദേവിയുടെ ശക്തി ബാധിച്ചതായ ഒരു പെങ്കൊച്ചിനെ, ഒരു യുവതിയെ, അവളിൽ കുടികൊണ്ടിരിക്കുന്ന വൈശാചിക ശക്തിയെ പൗലോസ് ശാസിച്ച് പുറത്താക്കിയപ്പോൾ കിട്ടിയത് ജയിലറയാണ്. ആ ജയിലറയ്ക്കകത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. ആ കണ്ട പുരുഷനെ കാണുന്നത്. ഇന്ന് രാത്രിയിൽ പറയുന്നത് ആ ദൂതിന്റെ ആഴമിതാണ്. ഓരോ രാജ്യത്ത് ദൈവജനത്തിന് മുന്നേറാൻ കഴിയാത്തതിന് ദേശത്തെ വ്യാപരിക്കുന്ന ആ ശക്തി, ഫിലിപ്പിയ പട്ടണത്തെ കീഴടക്കിയതായ ആ പൈതോൺ സ്പിരിറ്റിനെ പൗലോസ് ശാസിച്ച് അവിടുത്തെ ആ സ്ഥലത്തെ പിടിച്ചടക്കിക്കൊണ്ട് ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരിക. അടുത്തത് എഫേസോസ് സഭ. എഫേസോസ് പട്ടണം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ കൊണ്ടും മന്ത്രവാദികളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന പട്ടണത്തിനകത്ത് പൗലോസ് കാല് വെക്കുന്നതായ സമയത്ത് അതിനു മുമ്പ് പറഞ്ഞു, സുവിശേഷത്തിന്റെ വാതിൽ എനിക്ക് തുറന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് വാതിൽ അടയുന്ന അനുഭവം. എന്നാൽ യേശുവിന്റെ നാമത്തിൽ പാദം ചവിട്ടി അപ്പോസ്തലന്റെ മുൻപിൽ മന്ത്രവാദികളുടെ പുസ്തകക്കെട്ടുകൾ അഗ്നിക്കിരയാകുകയാ. മന്ത്രവാദികൾ മാനസാന്തരപ്പെടുകയാ. ഇന്ന് രാത്രി ദൈവത്തോട് നമുക്കും കരഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സഭ വളരാതിരിക്കുന്നത്, പട്ടണത്തിൽ സുവിശേഷം എത്താൻ കഴിയാത്തത്, കർത്താവേ, അതിന് കാരണക്കാർ ഞങ്ങളാണ്. PC ചെറിയാൻ പറഞ്ഞ വാക്ക്, വെട്ടാൻ ആരോഗ്യമുള്ള ദൈവദാസന്മാർ മുൻനിരയിലേക്ക് വരുവാൻ ഈ ക്ലാസ് ഇടയാക്കട്ടെ. ഇരുട്ടിന്റെ ശക്തിയോട് മല്ല് പിടിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിപ്പാൻ ഈ ക്ലാസ് ഇടയാക്കട്ടെ. വാക്കുകൾക്ക് വിരാമമിടുമ്പോൾ ഒറ്റ വാക്കുകൂടി പറയട്ടെ. ബെർയേശു എന്ന് പറയുന്നയാള് സെർഗ്യാസ് പൗലോസിനെ വിളിച്ച് വചനം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ കള്ളപ്രവാചകനായ ബെർയേശു അതിനെ തടയാൻ ശ്രമിച്ചപ്പോൾ അവന്റെ കണ്ണിനെ അന്ധകാരം അയച്ചെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, നമ്മുടെ ആത്മീക പ്രവർത്തനത്തെ തടയാൻ വരുന്ന ദുഷ്ടന്റെ കണ്ണുകളെ ഇരുട്ടാക്കുവാൻ പ്രാർത്ഥനാ മുറികൾ സജ്ജമാകട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ജോജോ പ്രാർത്ഥിച്ചാട്ട്. ജോജോ പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പാ ദൈവമുഖത്തേക്ക് അപ്പാ ഇന്ന് രാത്രിയിൽ നോക്കുകയാണ്. അപ്പാ കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ അടിയങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ അപ്പാ പ്രവർത്തികളുടെ പുസ്തകങ്ങൾ അടിയങ്ങൾ പഠിക്കുമ്പോൾ അപ്പാ ദൈവമേ, ആ ചരിത്രങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ അപ്പാ ദൈവമേ അതൊരു കഥയായിട്ട് നിൽക്കുവാനല്ല, അതിനപ്പുറമായിട്ട് അനുഭവമായി മാറുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പരിശുദ്ധാത്മാവെന്നുള്ള ഒരു ശക്തിക്കപ്പുറമായിട്ട് ആ വ്യക്തിയെ കാണുവാൻ, കൂടെ സഞ്ചരിക്കുന്ന യേശുവിനെ യഥാർത്ഥത്തിൽ കാണുവാൻ, രുചിച്ചറിയുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അപ്പോസ്തലന്മാരെ നടത്തിയ, അവരിൽ കൂടി ചെയ്ത പ്രവൃത്തികൾ അപ്പൊ പരിശുദ്ധാത്മാവ് ആ കാലഘട്ടങ്ങളിൽ അപ്പൊ നിന്നു പോയിട്ടില്ല. അപ്പൊ ഇന്നും അപ്പൊ ആ പരിശുദ്ധാത്മാവ് തന്നെ അടിയങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓർഡിനറി ആയിട്ടുള്ള അപ്പൊ വ്യക്തി ജീവിതങ്ങളെ എക്സ്ട്രാ ഓർഡിനറി അപ്പ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും അപ്പ കുടുംബജീവിതങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ അപ്പ വെളിപ്പെടുവാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ദിവസങ്ങളിൽ അപ്പൊ കേൾക്കുന്ന വചനങ്ങളൊക്കെ അപ്പ ജീവിതത്തിൽ അപ്പൊ അതേ ഇൻഫർമേഷനായിട്ട് നിൽക്കാതെ അപ്പൊ അതേ ഈ ശക്തി ഒന്ന് രുചിച്ചറിയുവാന്, ഒരു എൻകൗണ്ടർ സംഭവിക്കുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് സ്വർഗം മനസ്സറിയണം. അപ്പൊ അതേ അവരുടെ ഭവനത്തിലും ഈ ശക്തി വ്യാപരിക്കുവാൻ തോന്നുന്നു കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പൊ അതേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപ്പൊ രാജ്യങ്ങളെ പിടിച്ചു കുലുക്കിയ അപ്പൊ അഭിഷേകന്മാരെ പരിശുദ്ധാത്മാവ് അപ്പൊ അതേ ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അടിയങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാഴ്ചക്കാരായിട്ട് കേൾക്കുവാനല്ല, അതിന്റെ ഒരു ഭാഗമായി തീരുവാൻ, ഉണർവിന്റെ ഒരു ഭാഗമായി തീരുവാൻ അടിയങ്ങളെ, കുഞ്ഞുങ്ങളെ ഒക്കെ അടിയങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്.
വചനം പഠിപ്പിക്കുന്ന ദൈവദാസനെ തൃക്കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പുത്രാഭിഷേകത്തോടെ സ്വർഗം വീണ്ടും നിർത്തിയാട്ട് അനേകർക്ക് ഒരു അനുഗ്രഹമായി അപ്പൊ അതേമേ അനുഗ്രഹമായി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വേല ചെയ്യുന്ന അപ്പൊ അതേമേ എല്ലാ മിനിസ്ട്രികളിലും എല്ലാ വേലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. പരിശുദ്ധാത്മാവ് വീണ്ടും ഉപയോഗിച്ചാട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചനം ക്ലാസ്